എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. 2024 ജനുവരി മാസം 26 തിരുവല്ല മഴുവങ്ങാട് ജീസസ് വോയിസിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന നടക്കും. നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു വിടുതൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ രോഗം സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ ശാപങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ പരാജയങ്ങളെ നീക്കുവാൻ, നിങ്ങളുടെ തകർച്ചകളെ പണിയുവാൻ, വിട്ടുമാറാത്ത മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ, ആഭിചാര ശക്തികളിൽ നിന്നും മന്ത്രശക്തികളിൽ നിന്നും വിടുതൽ കിട്ടുവാൻ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ വന്ന് പങ്കുചേരണം. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാകും. ആ 12 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ ഞാൻ 12 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഉണ്ട്. കൂടാതെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ കുണ്ടറ, കർത്താവിൻ്റെ ദാസൻ അരവിന്ദ് മോഹനൻ ഒക്കെ നമ്മുടെ കൂടെ ശുശ്രൂഷയ്ക്കുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീമുണ്ട്. നിങ്ങൾ രാവിലെ വരണം. 9 മണി തൊട്ട് രാത്രി 9 മണി വരെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുക. കർത്താവ് വലിയവ ചെയ്യും. നിങ്ങൾ കർത്താവ് ചെയ്ത ചില കാര്യങ്ങൾ കാണുക. എത്ര വർഷമായിട്ട് ഈ കൈക്ക് പ്രശ്നം? 2 വർഷമായി. അതിഭയങ്കര വേദന. ഈ കൈ പൊങ്ങത്തില്ല. ജീസസ് എന്നാ കൈ ഒന്ന് പൊക്കി കാണിച്ചേ. ജീസസ് അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഒന്ന് വീശി കാണിച്ചേ. നോക്കേ, 2 വർഷം തളർന്നെന്ന് പറഞ്ഞ കൈ. അന്റെ സന്തോഷമായോ? യേശു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നോ? ഇവർക്ക് കുറച്ച് ദിവസം മുമ്പ് ഇവരുടെ പെടലി സ്റ്റക്കായ പോലായി. ശരിയാണോ? എന്നിട്ട് ഇത്രയും ഭാഗം ശരിക്കും തൊട്ടാലും അറിയത്തില്ല. ഇങ്ങനെ തിരിക്കാനും നൂരാനും കിടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഷോൾഡർ സംബന്ധമായി ഇങ്ങനെ. ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങ് പോയില്ല. ശരിക്കും പ്രാർത്ഥിക്കാൻ ഇപ്പൊ എന്തോ സംഭവിച്ചു? ഇപ്പൊ എനിക്കത് വിടുതലുണ്ടായി. മരപ്പില്ല, വെള്ളി തിരിക്കുന്നതിന് പ്രശ്നമില്ല, തൊട്ടാൽ അറിയാം. ജീസസ് കർത്താവ് ഇവളെ തൊടുന്നത് കണ്ടോണ്ടാ ഇവളെ എഴുന്നേൽപ്പിച്ച്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി നമുക്ക് ഒന്നിച്ചു കൂടുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ജീസസ് വോയിസ് ചർച്ചിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഹാർവസ്റ്റ് ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ നമുക്ക് ആശ്വാസമായി തീരട്ടെ. വിശുദ്ധ സഭായോഗം ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമ്മെ തന്നെ ദൈവവരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയോട് അടുത്ത് വരികയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തിരുവനന്തപുരത്ത് ഞങ്ങൾ വായിക്കുന്നല്ലോ, ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും നന്മകളെയും ഓർത്തുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവും കർത്താവുമായ യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ ഹാർവസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് ഈ വിശുദ്ധ ആരാധന സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകണമേ. കർത്താവ്, ഈ ആരാധന ഓരോ കുടുംബങ്ങൾക്കും വിടുതലിന് കാരണമാകണമേ. ദൈവശബ്ദം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അനേക ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽപ്പാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടണം. പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവചനങ്ങൾ ധ്യാനിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമെന്ന് കോരപുത്രന്മാരോട് ചേർന്നുകൊണ്ട് അങ്ങയുടെ പ്രാകാരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത നന്മകളെ വർണ്ണിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം നൽകിയിരിക്കാൻ സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആത്മീക ശുശ്രൂഷ വെളിപ്പെടാതെ വണ്ണം വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. ആമേൻ. അനേകരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, ദൈവശബ്ദത്തിൻ്റെ ചലനങ്ങൾ അനേക കുടുംബങ്ങളിൽ സംഭവിക്കുവാൻ, അനേകർ യേശുവിനെ അറിയുവാൻ ഈ ആരാധന മുഖാന്തരം ഇടയാക്കണം. അതിലുപരിയായി ഞങ്ങളുടെ വീണ്ടെടുപ്പാൻ രക്ഷിതാവും കർത്താവുമായ യേശുവിനെ ആത്മനിറവിൽ ആരാധിച്ച്
അനുഗ്രഹത്തോടെ മടങ്ങിപ്പോവാൻ കൃപ നൽകണമേ കർത്താവെ. അങ്ങയുടെ വരവേറ്റം അടുത്തിരിക്കുമ്പോൾ വിശുദ്ധിയോടും നിർമ്മലതയുടെ ഏകാഗ്രതയോടും കൂടെ കർത്താവിനെ ആരാധിപ്പാനിടയാക്കണോ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനായി സ്തോത്രം. പുതിയ ശക്തിയോടും കൃപയോടും അവരെ ഉപയോഗിക്കണമേ. എല്ലാ ശുശ്രൂഷകളും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. വചന ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസനായി സ്തോത്രം. പുത്തൻ അഭിഷേകത്തോട് കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ബഹുമാനം പുകഴ്ച ആരാധനയും ആ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണോ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ വന്ദനം അരുളുന്നു. ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഒരവസരം കൂടെ ദൈവം ജീവിതത്തിൽ നൽകിയല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ആശ്വാസമായി തീരട്ടെ. ഇന്നത്തെ ആരാധനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രാരംഭമായി നാം കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ നമ്മോടൊപ്പമുണ്ട്. അവരോട് ചേർന്ന് നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, വിശേഷിച്ച് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ഈ സഭായോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. എത്ര സന്തോഷകരമാണ് ദൈവത്തെ ഒരു ദിവസവും കൂടെ ആരാധിപ്പാൻ, ഒരു ദിവസവും കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന ആ നല്ല കൃപ. ദൈവത്തെ ആരാധിക്കാൻ എല്ലാവർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ആര് എന്ന് അറിഞ്ഞ് ആ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞ് നാം അവനെ പുകഴ്ത്തണം, സ്തുതിക്കണം. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ആ സ്തുതി, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വചനം പറയുന്നത് സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരിക. ഹല്ലേലൂയ. ആ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ ജീവിതത്തിലുമെല്ലാം അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുകയാണ്. കർത്താവ് എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. അത്യന്തം സ്തുത്യനാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം ഈ ആരാധന തുടങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളെല്ലാം അടച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നത്തെ ആരാധന, ഇന്നത്തെ വചനം, ഇന്നത്തെ പ്രാർത്ഥന അതെനിക്ക് ഫലിക്കട്ടെ. കർത്താവേ, എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇവിടെ അഭിഷിക്തൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ കാതുകൾക്ക് മാത്രമല്ല ഇമ്പം, അത് മനസ്സിനെ തണുപ്പിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് ശക്തമായി ചിലരെ നിറയ്ക്കുവാൻ പോകുകയാണ്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത, ഇതുവരെ അല്ലെങ്കിൽ കാണാത്ത തരത്തിലുള്ള വിടുതലുകൾ ഒന്ന് കൊതിക്കാമോ? കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. ഈ നല്ല ആരാധനയിൽ, ഈ നല്ല മീറ്റിംഗ് സഭായോഗത്തിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ഹല്ലേലൂയ മേൽ അങ്ങയുടെ സാന്നിധ്യത്തെ അയക്കുമാറാകണമേ. അങ്ങയുടെ ഇഷ്ടത്തിന് ഞങ്ങളായിത്തീരട്ടെ. ഇന്ന് പകൽക്കാലം സ്വർഗം ഞങ്ങളെ നടത്തുന്നതിനായി നന്ദി. ഈ വർഷത്തിൻ്റെ പ്രാരംഭ മാസത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ചില വാഗ്ദത്തങ്ങൾ, ഈ മാസം ദൈവം തരുമെന്ന് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ദൈവം നിവൃത്തിയാകണമേ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശപ്പെട്ടു പോകരുത്. ഈ ശബ്ദം കേൾക്കുന്ന ആരും നിരാശപ്പെട്ടു പോകരുത്. യേശുവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങളൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അത് എന്നും എല്ലാ ആരാധനകളിലും വരുന്നത് പോലെയല്ല. കർത്താവെ, ഇന്ന് എന്നോട് സംസാരിക്കണമേ, എൻ്റെ വിഷയത്തിൽ ഇടപെടണമേ. അങ്ങ് ഇന്ന് ഹല്ലേലൂയ എനിക്കൊരു മറുപടി അയക്കണമേ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ നിറയ്ക്കാൻ പോകുക. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ
ശോഭ പൂർണ്ണന മാറത്തു പൊൻകച്ചയണി കാണുന്നേശുവേ. ഒന്ന് ചേർന്ന് പാടിക്കും. ഏഴു വിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണന മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. അവനാരാണ്? ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പ്രശംസയ്ക്കും യോഗ്യനേശുവേ. അക്കരമൊന്ന് ഉയർത്തി പാടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുത്തുകൊണ്ട് എല്ലാ കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ ചേർന്ന് ഓ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നു ചേർന്ന് നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ചേർന്ന് പാടിക്കേ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. അക്കരങ്ങൾ ഉയർത്തി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒന്ന് ചേർന്ന് പാടുമോ? ഓ ഹാലേ. ചേർന്ന് എല്ലാ അധരങ്ങളും തുറന്ന് ഓ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടനേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എത്ര പേർക്ക് പറയുവാൻ ധൈര്യമുണ്ട്? എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ ഞാൻ വേണ്ടനേശുവേ.
ജീവിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഒരിക്കൽ കൂടെ ചേർന്ന് പറഞ്ഞു. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. കരങ്ങൾ ഉയർത്തിച്ചേർന്ന് ഹല്ലേലൂയ. ഓ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന് പാടുമോ? ഓ ഹല്ലേലൂയ. ഓ ഒരിക്കൽ കൂടെ ശബ്ദോഖരം ഉയർത്തി ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഓ ശരണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട്. എത്ര പേർ ആഗ്രഹിക്കും, കൊതിക്കുന്നവർ ഒന്ന് ചേർന്ന് പറഞ്ഞു. ആഴത്തിലെന്നോട് ഇടപെടണേ യേശുവേ. ആത്മാവിൽ യേശുവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? ഓ അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ ദേവാ അടിയ. ഒരിക്കൽ ഒന്ന് പൂർണ്ണമായി ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഓ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. ഒന്ന് പറഞ്ഞു അടിയനിതാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദം നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം, സ്തുതികൾ ഒക്കെ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. വചനം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്. ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, എൻ്റെ സ്തുതി, എൻ്റെ സ്തോത്രം, എൻ്റെ പാട്ട് ദൈവം പ്രസാദിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ സ്തുതി പാടുമ്പോൾ അങ്ങനെ പ്രസാദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മറ്റ് ഇതര സ്ഥലങ്ങളിൽ ഒക്കെ ആയിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അധരങ്ങൾ ചലിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അധരങ്ങളിൽ സ്തുതി ഉയർന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു ജനത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഒരു വലിയ മതിലുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ആ മതിൽ ഹല്ലേലൂയ ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റു സാമഗ്രികളോ കൊണ്ടല്ല അതിനെ തകർത്തത്, സ്തുതി കൊണ്ട് തകർത്ത ഒരു ജനം. ഹല്ലേലൂയ. നിങ്ങളുടെ മുന്നിൽ ഏത് ഹല്ലേലൂയ വലിയ പർവ്വത സമാനമായിട്ടുള്ള വിഷയങ്ങളായിരുന്നെങ്കിലും നിങ്ങളുടെ സ്തുതിക്ക് അതിനെ തകർക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പാടുവാൻ പോകുകയാണ്. നാം എല്ലാവരും ചേർന്ന് ഇന്ന് പകൽക്കാലം ചേർന്ന് പാടി അധരങ്ങൾ തുറന്ന് കരങ്ങളെയൊക്കെ അടിച്ച് ഇന്ന് പകൽക്കാലം ഒരു വിടുതലെടുക്കാൻ പോകുകയാണ്. ചേർന്ന് എല്ലാവരും ചേർന്ന് കരങ്ങൾ ചേർന്നടിച്ചു.
നാം എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാം എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, അല്ലലെല്ലാം മാറിപ്പോകും. ചേർന്ന് ഹല്ലേലൂയ ഗീതം പാടിടാം, അല്ലലെല്ലാം മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ ഏകമാ വാനവർ സ്തുതിക്കും നാഥന്റെ. വാദ്യഘോഷത്തോടെ ഏകമാ വാനവർ സ്തുതിക്കും നാഥന്റെ. വന്ധ്യത്തിരുപ്പാദം എല്ലാവരും തേടി മന്നതയകന്നു ഇന്നുമെന്നു പാടുവോ. വന്ധ്യത്തിരുപ്പാദം എല്ലാവരും തേടി മന്നതയകന്നു ഇന്നുമെന്നും. ഒന്ന് ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലലെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലലെല്ലാം മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഖേദമെത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. ഏറും ഖേദമെത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിന് സാദരം നാം പാടുവോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏകകർത്താവിന് സാദരം നാം പാടൂ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഗീതം പാടിടാം. ഒന്ന് പാടി നോക്കിക്കേ, ഇത് പാടുമ്പോൾ ഒന്ന് മാറുമോ? ഹല്ലേലൂയ ഗീതം പാടിടാം, അല്ലലെല്ലാം മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളും. ചേർന്ന് പാടുമോ? എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാമൊട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. എല്ലാമൊട്ടും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടൂ. ചേർന്ന് പാടുമോ? ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലലെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലലെല്ലാം മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായി എന്ന് പറഞ്ഞേ. നല്ലവനാ ദൈവം. ചേർന്ന് ശത്രുവിൻ അഗ്നിയസ്ത്രങ്ങളാ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോ, ശത്രുവിൻ ശക്തിയസ്ത്രങ്ങളാ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോ, ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്, ശുദ്ധർ കൂട്ടം നാം നിത്യം സ്തുതി പാടുവോ. ആമേൻ. ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്, ശുദ്ധർ കൂട്ടം നാം നിത്യം സ്തുതി പാടൂ. ചെറു പാടിക്കേ. ഹല്ലേലൂയ ഗീതം പാടിടാ,
ഹല്ലേലൂയ. ഇന്ന് മാറും ഉറപ്പാ. ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നും. ആമേൻ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളും. എന്ന് പാടുമോ? നാം എല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാം എല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഈ ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടുവോ. ചേർന്ന് ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ മാറിപ്പോ ഉറപ്പിച്ച്. ഹല്ലേലൂയ ഗീതം പാടിടാം. ഒന്നുകൂടെ പറഞ്ഞേ, മാറിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ മാറി ഉറപ്പോടെ. ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായി. ഇന്ന് പകൽക്കാലം നല്ലവനായി ഇറങ്ങി വരുന്ന ദൈവം ഉറപ്പിച്ച് പറഞ്ഞേ, വല്ലഭൻ. ഓ വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഉറപ്പോടെ പറയുമോ? വല്ലഭൻ നമുക്ക് നല്ലവനായി. ഹല്ലേലൂയ. ദിവസങ്ങളിൽ സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഓരിവലശബലേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഇന്നത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ നല്ലവനായിട്ട് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. അവൻ നല്ലവനല്ലോ. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയിൽ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ പാടി ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൽ സമർപ്പിപ്പാനും വിശുദ്ധ ആരാധനയായി ഒന്നിച്ച് ദൈവപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിന് മഹത്വം അർപ്പിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നാം ചില പ്രത്യേക പ്രാർത്ഥനയ്ക്കായി ഈ സമയം വേർതിരിക്കുകയാണ്. ഈ വിശുദ്ധ ആരാധന ലോകമെമ്പാടും ഹാർവസ്റ്റ് ടിവിയിലൂടെ അവൻ എത്തിക്കുവാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിരിക്കുന്ന. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. സഭയായി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അവൻ പലയിടങ്ങളിൽ പോയി ദൈവദിനം എത്തിക്കുവാൻ പറയുവാൻ കഴിയുന്നില്ലെങ്കിലും കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ദൈവം നൽകുന്ന ശുശ്രൂഷകൾ അനേകരിലേക്ക് എത്തിക്കുവാൻ അതിന് പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. വിശേഷാൽ ഇന്ന് പകൽ ഈ ആരാധന ലോകമെമ്പാടും ആമേ ലൈവിലൂടെ ഹാർവസ്റ്റ് ടിവിയിലൂടെ എത്തിപ്പാൻ റാഹേൽ എന്ന് പറയുന്നൊരു അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്ററാണ് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിരിക്കുന്ന. സിസ്റ്ററെ ഓർത്തും പ്രാർത്ഥിക്കാം. അവർ ബൈപ്പാസ് കഴിഞ്ഞ് ഇരിക്കുന്നു. അത്ഭുതകരമായൊരു സൗഖ്യം ആ മകൾക്ക് ദൈവം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഭയായ എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന സകല ദൈവമക്കളും ആ റാഹേൽ എന്ന് പറയുന്ന ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നു. ഒരു പൂർണ്ണ വിടുതൽ ദൈവം തന്നെ മകൾ കൊടുക്കുവാൻ ഈ വചനം കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ടി വിയുടെ മുൻപിലായിരിക്കാം, ഭവനത്തിലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലും ഹാർട്ട് സംബന്ധമായ പ്രതിസന്ധികളോ ശാരീരിക ക്ലേശങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഒന്നിച്ച് സഭ പ്രാർത്ഥിക്കുമ്പോൾ ഒരത്ഭുത സൗഖ്യം എല്ലാവരുടെ മേലും വ്യാപരിക്കുവാൻ എല്ലാവരും വിശ്വാസത്തോടെ ഈ ആലയത്തിലായിരിക്കുന്ന സകല ദൈവമക്കളും ഓൺലൈനിലൂടെ ഹാർവസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളോടൊപ്പം ഈ വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയത്തെ വഹിച്ചും തുറന്ന കർത്താവിൻ്റെ ദാസൻ പഷനി ജോർജ് അവരുകൾ ശക്തമായ ദൈവദിന ശുശ്രൂഷ നമ്മൾക്ക് വേണ്ടി നിർവഹിക്കുമ്പോൾ കർത്തൃദാസനെ ദൈവം ശക്തമായി വചനത്തിലൂടെ അവൻ ഉപയോഗിക്കുവാൻ നമുക്ക് ശക്തമായി ആ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജയൻ എബ്രഹാം മുന്നോട്ട് കടന്നു വന്ന് ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ,
മനോഹരമായ ഈ ദിവസത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ പാടിപ്പുകഴ്ത്തുവാനായിട്ട്, അങ്ങേ ആരാധിപ്പാനായിട്ട് ഒക്കെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകമെമ്പാടും ഈ ശുശ്രൂഷ കർത്താവെ എത്തിക്കുവാൻ തക്കോണം ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചതായിട്ടുള്ള റാഹേൽ സഹോദരി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവിടുന്ന് അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ അനേകരിൽ എത്തിപ്പാൻ തക്കോണം കർത്താവ് പ്രിയ മകളോട് ഇടപെട്ടതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, നിൻ്റെ മകൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകിക്കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ, പ്രിയ സഹോദരി ബൈപ്പാസ് കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുന്നു. അവിടുത്തെ അത്ഭുത സൗഖ്യം കർത്താവെ അവിടുന്ന് നൽകുമാറാകണമെന്ന് ഞങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ കർത്താവെ. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രിയ മകളുടെ മേൽ ഇറങ്ങി കർത്താവെ പൂർണ്ണ സൗഖ്യത്തെ അവിടുന്ന് നൽകിക്കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പറയുന്നത് നിന്റെ രോഗക്കിടക്കയെ ഞാൻ മാറ്റിവരിക്കുമെന്നാണല്ലോ. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കൈത്താങ്ങ് നൽകിയപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ 1000 മടങ്ങ് നൽകിക്കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തൻ കർത്താവെ പാസ്റ്റർ അനി ജോർജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുത്തെ വചനവുമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് കർത്താവ് നിൻ്റെ മകനിൽ കൂടെ ഞങ്ങൾക്ക് നൽകി തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ശുശ്രൂഷിച്ചതിലും ഉപരിയായിട്ട് കർത്താവെ ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ഇന്നത്തെ വചനം ജീവനും ചൈതന്യവുമായി മാറുവാൻ തക്കോണം ഇന്ന് ഞങ്ങൾക്ക് ആത്മീയ മന്ന തൂത്തുവാരി എടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ഈ വചന ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. അനുഗ്രഹീതമായ ധന്യനിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തുടർന്ന് ദൈവവചനം ഐശ്വര്യമായി സംസാരിപ്പാൻ കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പാസ്റ്റർ അനി ജോർജ് അവറുകൾ ഈ ആരാധനയിൽ നമ്മോടൊപ്പമുണ്ട്. കർത്തൃദാസനെ ആദരവോടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവശബ്ദം കേൾക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. പ്രവാചകനായ യെശയ്യാവ് അന്ധകാരത്താൽ പിടിക്കപ്പെട്ട ഒരു ജനതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന പ്രവചന സന്ദേശത്തിലെ ഒരു വാക്യമാണ് അല്പനേരത്തെ ധ്യാനത്തിനായി വായിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് കയ്യാട്ടി വിളിക്കുക. ഇപ്പോൾ പോകുന്ന മേഖലയിൽ നിന്ന് എൻ്റെ കൂടെ നിറങ്ങി വാ, ആ വെളിച്ചത്തിൽ നമുക്കൊന്ന് നടക്കാം. സ്തോത്രം. ആ സന്ദേശം അല്പം മിനിറ്റുകൾ കൊണ്ട് വിവരിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവം മൃഗങ്ങളെ ഒന്നും ദൈവം സൃഷ്ടിച്ച പോലല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വ്യത്യസ്തമായ അളവിൽ വ്യത്യസ്ത നിലവാരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ബൈബിളിൻ്റെ ഭാഷ, ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇച്ചിരൂടെ കയറി പറഞ്ഞാൽ ഭയങ്കരവും അതിശയകരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എന്തിനാ സൃഷ്ടിച്ചെന്നറിയാമോ? ദൈവം സൃഷ്ടിച്ചതിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ് മനുഷ്യർ. അതുകൊണ്ട് മനുഷ്യരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി ചോറ, എന്നെ യേശുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറ. നാട്ടുകാർക്ക് പലരും നിന്നെ ഇഷ്ടമല്ലെങ്കിലും യേശുവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടുകാരെ പലരും ഇഷ്ടമാണെന്ന് നീ പറയുമ്പോൾ അവരെയൊന്നും യേശുവിന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടു. നല്ലൊരാമയും പറഞ്ഞാട്ട്.
ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് അയാളെ ഏതൊക്കെ ലെവൽ ഉപയോഗിക്കാമോ ആ ലെവലിലൊക്കെ ഉപയോഗിക്കുന്നവനാണ് കർത്താവ്. നമ്മൾ വചന വെളിപ്പാടിലോട്ട് വരാം. ഇന്ന് എനിക്കറിയാം കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യനൊരു കുഴപ്പമുണ്ട്. മനുഷ്യന് തെറ്റിപ്പോകുന്ന ഒരു ശരീരഘടനയാണ് ദൈവം മനുഷ്യന് കൊടുത്തേക്കുന്നത്. ഈ ഭൂമി ഭയങ്കര പൈശാചിക ആസക്തിയുള്ള ഭൂമിയാണ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന യെശയ്യാ പ്രവചിക്കുന്ന ഭാഗമുണ്ട്. ഈ പ്രവചനത്തിൽ അന്ധകാരം ഭൂമിയെ മൂടുന്നു, കൂരിരുട്ട് ജാതികളെ മൂടുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നേരം ആ ഇരുട്ടിനകത്ത് നീ ഒളിയാനല്ല ദൂത്, നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. നിൻ്റെ പ്രകാശത്തിലേക്ക് ജാതികൾ വരും. സ്തോത്രം. ഞാൻ ഈ സന്ദേശത്തിലേക്ക് വരിക. എനിക്കിന്ന് പറയാനുള്ള ദൂത്, ചില വീടുകളെ മൂടിക്കിടക്കുന്ന ഇരുള്, വ്യക്തികളെ മൂടിക്കിടക്കുന്ന ഇരുള്, അതിനകത്തു നിന്ന് നിൻ്റെ കുടുംബത്തിനൊരു മോചനം തരിക ദൈവം. സ്തോത്രം, സ്തോത്രം. ഞാൻ എന്താണെന്ന് ആ ദൂതിലോട്ട് നിങ്ങളുടെ മനസ്സുകളെ ഒന്ന് കൊണ്ടുപോകാം. ചില വ്യക്തികളുടെ ലൈഫിനെ കയറി പിടിച്ചേക്കുന്ന ഇരുട്ട്, അന്ധകാരം ഇന്ന് മുറിഞ്ഞു മാറാൻ വേണ്ടിയാണ് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. ഞാൻ ആ ദൂതിനെ ഒന്ന് വിവരിച്ചുകൊണ്ട് വരിക. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനൊത്ത പോലെ ജീവിക്കാനല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം ജീവിക്കണം. ഈ ഭൂമി ജീവിക്കാൻ എളുപ്പമാണ്, പക്ഷെ ദൈവേഷ്ടപ്രകാരം ജീവിക്കാൻ ഭയങ്കര പാടാണ്. സ്തോത്രം. ഒത്തപോലെ ജീവിക്കാൻ ഒരു പ്രയാസവും എൻ്റെ ബ്രദറെ അടിപൊളിയാന്ന് പറയാം, പക്ഷേ നല്ല ജീവിതം നയിക്കാൻ വലിയ പ്രയാസമാണ്. അതിൻ്റെ കാരണം നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെപ്പോഴും പാപത്തിൻ്റെ ആസക്തി ഇതിന് ഭയങ്കരമാണ്. ഈ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് അവർ പാപം ചെയ്യാനായിട്ട് തുടങ്ങി. പാപമെന്ന് പറഞ്ഞാൽ സ്തോത്രം, കർത്താവ് പറയാം, അതെങ്കിൽ ലിമിറ്റ് വിട്ടുപോയി. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെയും അറിഞ്ഞ് എൻ്റെ ജനമോ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും എന്നെ അറിയുന്നില്ല. അവർ പറയുന്നേ സ്തോത്രം, സ്തോത്രം, ഇത് ദൈവം സൃഷ്ടിച്ചുകൊണ്ടാണോ? ദൈവം ഞങ്ങളെ സ്തോത്രം. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, സ്തോത്രം, ദൈവം എല്ലാം ഉണ്ടാക്കിയപ്പോൾ എന്തിനാ സാത്താനെ ഉണ്ടാക്കിയെന്ന്? കണ്ടോ, മിണ്ടുന്നില്ല. സാത്താനില്ലായിരുന്നു എന്തുമാത്രം സ്വസ്ഥതയുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കുരുക്ക് ചോദ്യങ്ങളാണ് മൊത്തം. പിന്നെ ഞാൻ ഒത്തിരി സംസാരിച്ചില്ല, അത് മൊത്തം കുരുക്കാന്ന് മനസ്സിലായി. അപ്പം നിങ്ങളിന്ന് മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ഇവിടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിന് സ്തോത്രം ഇരുട്ടിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം പാപങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുക. കൃപയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. വചനപ്രകാരം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നവരുടെ എണ്ണം കുറവാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുന്നവരെ ചേർക്കാനാണ് എൻ്റെ കർത്താവ് വരുന്നത്. അപ്പോൾ ഇവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ 1-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഇവർ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി. കേട്ടോ, ഇവരെ സ്നേഹിച്ച് ഇവർക്ക് രക്ഷ കൊടുത്ത, ഇവരെ വിളിച്ചടിപ്പിച്ച ദൈവത്തോട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? മത്സരിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവിടെ 1-2 ചെറിയ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. 3-ാം വാക്യം, കാള തൻ്റെ ഉടയവനെയും, യെശയ്യാ 1:3, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഈ എൻ്റെ ജനത്തിന് ഇപ്പോൾ ഒരു വെളിവുമില്ല, ബോധവുമില്ല. കണ്ടോ, അവർ ദൈവത്തെ മറന്നങ്ങ് ജീവിക്കുക. 5-ാമത്തെ വാക്യം, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? കർത്താവരുടെ അടിച്ചിട്ടും കാര്യമില്ല, അടിക്കുന്നതും ഇവന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അധികം പിന്മാറുകയേ ഉള്ളൂ. ഇപ്പൊ മൊത്തത്തിൽ പിന്മാറ്റമാ, പിന്നെ കുറച്ചുകൂടെ പിന്മാറുകയേ ഉള്ളൂ. പിന്നെ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. മൊത്തം അസുഖമാ. തല മുഴുവൻ ദീനം, ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല. അവയെ എന്ത് ചെയ്തിട്ടില്ല? ഞെക്കി കഴുകിയിട്ടില്ല. ഈ നമ്മളെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ കൊച്ചുകുട്ടികളെ അയക്കുമ്പോൾ ഈ നമ്മുടെ കാലയിലൊക്കെ ചൊറിയൊക്കെ വരുമായിരുന്നു, വന്നിട്ടില്ലയോ? നിങ്ങൾ കേരളത്തിൽ തന്നെയല്ലേ ജനിച്ചത്? ഈ കാലേ മുട്ടയിലൊക്കെ ഇങ്ങനെ ചൊറിയൊക്കെ പെൺകുട്ടികളൊക്കെ, സ്ത്രീകൾക്ക് അത്രയും വരും, പുരുഷന്മാർക്ക് വരും. ചൊറി വന്നിട്ടില്ലയോ? പിന്നെ അങ്ങനെ ചൊറിയൊക്കെ വന്നിട്ട് രാത്രി കിടന്ന് അമ്മയെ വീങ്ങുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയും, നേരം വെളുക്കട്ട് പണി ഉണ്ടാക്കാം. രാവിലെ കൊണ്ട് നമ്മളെ നനകല്ലിലോട്ട് ഇരുത്തിയേച്ച് അമ്മയെ അങ്ങ് കെട്ടിപ്പിടിച്ചോളാൻ പറയും. കൊച്ചു കുഞ്ഞല്ലേ, അമ്മ ഇവൻ കയറി കെട്ടി അങ്ങ് പിടിക്കുമ്പോൾ സ്തോത്രം, അമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ മുട്ടയിലോട്ട് ആ പഴുത്ത് നിൽക്കുന്ന ചൊറിക്കൊരു ഒറ്റ ഞെക്കും. അന്നേരം ഒരു ബഹളമുണ്ട് അവിടെ കിടന്ന്.
ഞെക്കുമ്പം ഇങ്ങനെ പഴുപ്പങ്ങ് തെറിച്ചു പോവും. 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ പറയും, അമ്മേ ഞെക്കിയത് ഗുണമായി, ആ വിങ്ങലല്ല ഇന്ന് ചൊവ്വേ ഞെക്കിയേച്ചേ വിടൂ. ഇന്നത്തെ സെഷൻ അങ്ങനെ, ഇന്ന് നിൻ്റെ അകത്ത് കിടക്കുന്ന ആ പഴുപ്പെല്ലാം ഇന്ന് ഞെക്കി ഇറക്കണം വെളിയിൽ ഈ ആരാധനയ്ക്ക് നടി. കാരണം നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹമുണ്ട് ദൈവത്തിന്. ഈ ചിലരെ ചൊവ്വേ ഞെക്കാൻ പറ്റത്തില്ല, ഞെക്കിയാൽ അവർ സഭയിൽ നിന്ന് പോയി അടുത്ത സഭയിൽ പോവും. അങ്ങനെ ഞെക്കുമ്പം പോകുന്നവരങ്ങ് പോട്ടെന്നാണ് ഞാൻ പറയുന്നത്. ചൊവ്വ ഞെക്കി വെച്ച് സുഖപ്പെടുത്തുന്ന ഉണ്ടാകുന്ന ഒരു സുഖം, അതൊരു നല്ല സുഖം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വചനത്തിനൊക്കെ പ്രസംഗിക്കാൻ കഴിയുന്നാൽ ഒന്നാന്തരമായിട്ട് ഞെക്കും. ചിലരൊക്കെ ഇരുന്ന് ഞെളിവിരി കൊള്ളുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ വീട്ടിലെ കഥ പറയുമല്ല, നിനക്ക് രക്ഷപ്പെടാനുള്ള കഥ പറയുക. ഒരാമയും വരുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ പറഞ്ഞു, എന്ത് ചെയ്തിട്ടില്ല? ഞെക്കി കഴുകിയിട്ടില്ല, എണ്ണ പുരട്ടി എന്ത് ചെയ്തിട്ടില്ല? ശമിപ്പിച്ചിട്ടില്ല, കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അതെല്ലാം കഴിയാം. 15-ാമത്തെ വാക്യത്തിൽ വായിച്ചേ. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. കർത്താവ് പറയാം, നീ ഗ്ലോറി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ കണ്ണടച്ച എൻ്റെ പണിക്ക് പോകും. കാരണം നിന്നെ ഇടപെടാൻ കൊള്ളുകയില്ല. അതുപോലെ ഈ ജനം എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അകന്നു പോയി. സ്തോത്രം. ഈ കർത്താവായ യേശു ഒരിക്കൽ പറഞ്ഞു, ഈ ജനം സ്തോത്രം അധരം കൊണ്ട് എന്നെ ബഹുമാനിച്ചിട്ട് ഹൃദയം കൊണ്ട് എന്നെ വിട്ട്, അടുത്തിരിക്കുന്നതിനോട് ഹൃദയം ഇവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിര്. കർത്താവുമായിട്ടുള്ള ബന്ധം എന്തോ ബന്ധമാ? ഹൃദയബന്ധമാ. മനസ്സിലായാലോ? സ്തോത്രം ചെയ്യാവൂ. മനസ്സിലായോ? സ്തോത്രം. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലയോ, ഈ കൊച്ചു പിള്ളേരെ കളിപ്പിക്കാനായിട്ട് ഇങ്ങനെ ട്രം സെറ്റ്, ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ ഇങ്ങനെ 2 ട്രമ്മിൻ്റെ സ്റ്റിക്കും കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തും. ബാക്കിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുക. സ്ക്രൂ ചെയ്ത് വെച്ച് ആ സ്ക്രൂ ഇത് ടൈറ്റാക്കി വെച്ച് വിട്ട് കഴിഞ്ഞാൽ നിന്നിങ്ങനെ അടിക്കും. അത് പിള്ളേരത് കാണുമ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞ പോലെ യോഗത്തിന് വരുമ്പം സ്ക്രൂ ചെയ്ത് അടുപ്പിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഹൃദയബന്ധമാണ്. വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിക്കറിയും, ചിലപ്പം കൈയടിച്ച് ആത്മാവിലാകും. അത് കാര്യമെന്താ? നിന്നോട് ഇടപെടുന്നത് വ്യക്തിബന്ധമല്ല, പരിശുദ്ധാത്മാവാ. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവോ? എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത്. വചനം കേൾക്കുമ്പം നിനക്ക് കുറ്റബോധം വരുന്നെങ്കിൽ, പാപബോധം വരുന്നെങ്കിൽ, നിനക്ക് അഭിഷേകം വരുന്നെങ്കിൽ, നിനക്ക് കൃപ ജ്വലിക്കുന്നെങ്കിൽ ഓർത്തോണം, എന്തോ കാര്യം നിന്നെ നടക്കാൻ പോവുക. സ്തോത്ര. പണ്ട് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു, എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു, എൻ്റെ അമ്മയെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോകാമല്ലോ. നമ്മളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെയും കോഴഞ്ചേരി വരണമെന്ന് ആശുപത്രിയുണ്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ആശുപത്രി വന്നു. ആശുപത്രി വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഇങ്ങനെ കൂടി നിൽക്കുക. ഡോക്ടറെ അടുക്കയിരുന്നു. അമ്മ പറഞ്ഞ് തലയ്ക്ക് ഒരു വലിയ വെളിവൊന്നുമില്ലെന്ന്. അപ്പോൾ ഡോക്ടർ എൻ്റെ അമ്മയുടെ കയ്യിലൊന്ന് നുള്ളി. അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇച്ചിരി അമ്മ നഴ്സിനോട് പറഞ്ഞു, ഒരു സിറിഞ്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടും. എന്നിട്ട് എൻ്റെ അമ്മയുടെ നെറ്റിക്ക് കുത്തുക. അമ്മ ചോദിക്കുക, ഡോക്ടർ എന്നാ കാണിക്കുന്നതെന്ന്. ഡോക്ടർ പറഞ്ഞു, അമ്മയെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതെന്നാ? അമ്മയ്ക്ക് ഭയങ്കര ഹൈ ഷുഗറാണ്. എന്നാ കാര്യം? ഞാൻ എന്തോ ചെയ്തിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. അമ്മയെ അഡ്മിറ്റ് ചെയ്തു. 14 ദിവസം ആശുപത്രിയിലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. എന്നാ കാര്യം? അവയവം എല്ലാം ഉണ്ടെങ്കിലും ഒന്നും പ്രവർത്തിക്കുന്നില്ല. ആത്മീക ജീവിതം ഇങ്ങനായി പോകല്ലേ. ഫീലിങ്സ് ഒരിക്കലും മാറില്ല ലൈഫിൽ നിന്ന്. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ആര് പ്രസംഗിച്ചെന്നല്ല, ആര് പറഞ്ഞെന്നല്ല, ചിലർക്ക് കുറ്റബോധം, ചിലർക്ക് പാപബോധം, ചിലർക്ക് ഏറ്റുപറച്ചിൽ. എന്താ? വചനം ഒരു മനുഷ്യനെ അകറ്റുന്നതല്ല, വലിച്ചടുപ്പിക്കുന്നതാ. സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ചിലപ്പാക്കാരെ എല്ലാ ആഴ്ചയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ബ്രദറെ ഞാൻ പ്രസംഗം തുടങ്ങുമ്പോഴേ ഞങ്ങൾക്ക് അറിയുക. അങ്ങനെയല്ല. ഒരാഴ്ച കരച്ചിലാണ്, ഒരാഴ്ച ആരാധനയാണ്. ഒരാഴ്ച ആരാധനയാണ്, ഒരാഴ്ച അഭിഷേകമാണ്. അതിൻ്റെ കാരണം എന്താ? വചനം ലൈഫിനെ മാറ്റിമറിക്കും. ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ട് ദൂതിലോട്ട് വരിക. എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ സമയമായി. നിന്റെ ശുശ്രൂഷയുടെ തലങ്ങൾ വെളിപ്പെടാൻ പോവുക. നിന്റെ കൃപാവരങ്ങളുടെ ഒഴുക്കുകൾ വെളിപ്പെടാൻ പോവുക. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയാം, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. 15-ാം വാക്യം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങൾ 12 മണിക്കൂർ പ്രാർത്ഥിച്ചാലും, 24 മണിക്കൂർ പ്രാർത്ഥിച്ചാലും, 36 മണിക്കൂർ പ്രാർത്ഥിച്ചാലും, 72 മണിക്കൂർ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല. പിന്നെ നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. അടുത്തിരിക്കുന്ന തൊട്ടച്ചൊക്കെ പറ, തിന്മ ചെയ്യുന്ന മതിയാക്കാൻ പറ. അവിടെ ആരും തൊടുന്ന പോലും ഇല്ല. തിന്മ ചെയ്യുന്നത് മതിയാക്ക്. എന്നിട്ട് നന്മ ചെയ്യാൻ പഠിപ്പീൻ. ഒന്ന് പറ, നന്മ ചെയ്യാന് പഠിക്കാൻ പറ. തൂതിലോട്ട് വരിക. എന്നിട്ട് സ്വന്തം പ്രവാചകം പ്രവചിക്കുക, നമുക്ക് തമ്മിൽ വാദിക്കാം. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം, നിങ്ങളുടെ പാപം കാറ്റും ചുമപ്പാണെങ്കിലും ഹിമം പോലെ ഞാൻ അതിനെ ഹിമത്തോളം വെളുപ്പിച്ചു തരാം. ഇപ്പൊ നീ എത്ര അകന്നാലും നിന്നെ അടുപ്പിക്കാൻ പ്ലാനുണ്ട്. എത്ര വലിയ കഠിന പാപം നിന്നിലുണ്ടെങ്കിലും പരിഹാരം തരാൻ പ്ലാനുണ്ട്. മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. ബൈബിളിലെ ഏറ്റവും വലിയ വാക്യമാണ്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്തോ ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചുകൊട്ടെ, ഇതൊരു വൈറ്റ് തുവാലയാണ്, വെള്ളത്തുവാല. ഇത് ഇവിടെ ഒരു ബ്ലഡിനകത്ത് ഇട്ടേച്ച് തിരിച്ചെടുത്താൽ, സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ഉറപ്പായിട്ട് റെഡ് തുവാലയാവും. സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ ആൻറ്റി ധരിച്ചിരിക്കുന്ന ആ ചുമന്ന ഷാള്, സ്തോത്രം, ഈ രക്തത്തിനകത്ത് മുക്കിയച്ച് തിരിച്ചെടുത്താൽ, യേശുവിൻ്റെ രക്തത്തിൽ മുക്കിയാൽ തിരിച്ചെടുത്താൽ അത് റെഡ് ആകുമല്ല, വൈറ്റ് ആവും. പറയുക, നിന്റെ പാപം എത്ര കടിച്ചുമപ്പായാലും ഞാൻ അതിനെ വെളുപ്പിച്ചു തരാം. കണ്ടോ, നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. നിന്റെ എല്ലാ കുറവുകളും സ്വീകരിച്ച് നിന്നെ ഏറ്റെടുത്ത് നിന്റെ പാപത്തെ കഴുകി. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്നത് 3 മേഖലകളിലാണ്. എന്തുവാ ശുദ്ധീകരിക്കപ്പെടുന്നത്? ഒന്നാമത് ശുദ്ധീകരിക്കപ്പെടുന്ന ബൈബിളിൽ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അവനവൻ്റെ തെറ്റ് ഏറ്റു പറയണം. ആരോടാ? ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ എന്തു ചെയ്യും? ശുദ്ധീകരണം ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞ, ലംഘനം മറച്ചു വെക്കുന്നവന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ എന്തോ ലഭിക്കും? ഹല്ലേലൂയ. അപ്പം ചിലതൊക്കെ ദൈവത്തോട് ഏറ്റു പറയണം. രണ്ടാമതൊരാളെ ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശുദ്ധീകരിക്കുന്നത് എന്താണ്? യേശുവിൻ്റെ രക്തം. ഞാൻ ഈ ആരാധനകളിൽ വന്നിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മളിൽ ശുദ്ധീകരണം നടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 2000 വർഷം മുമ്പ് കാൽവറിയുടെ കുലമരത്തിൽ ആ രക്തം കർത്താവ് ഊറ്റി. നമ്മൾ ബൈബിൾ പഠിക്കുമ്പം യേശു പാപം ചെയ്തിട്ടില്ല. കാരണം യേശു നമ്മളെപ്പോലെ നമ്മുടെ പിതാവായ ആദാമ്യ കുടുംബത്തിലുള്ള പാപം ക്രിസ്തുവിനില്ല. കാരണം ക്രിസ്തുവിൻ്റെ ജനനം പുരുഷൻ്റെ ഇഷ്ടത്താലല്ല. എന്ന് പറഞ്ഞാൽ പുരുഷ ബന്ധമില്ലാതാണ് ദൈവത്തിന് സ്തോത്രം യേശു ക്രിസ്തു ജനിച്ചത്. അതെന്തിനാ? നിന്റെ പാപം പരിഹരിക്കുവാൻ. ഒരു പാപമില്ലാതെ ഒരുവൻ ജനിക്കണം. അവൻ്റെ പേരാ യേശു. നിങ്ങൾ ശ്രദ്ധിക്കണം, യെശയ്യാവ് എഴുതി വെച്ചു, നമ്മുടെ എല്ലാവരുടെ അകൃത്യം, അതായത് നീ ചെയ്തു കൂട്ടുന്നതും നാളെ ചെയ്യാനിരിക്കുന്നതുമായ മുഴുവൻ അകൃത്യം കൂടെ എന്തു ചെയ്തു? പുത്രൻ്റെ മേലോട്ട് ചുമത്തി. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂശി കയറി ആകാശത്തിനും ഭൂമിക്കും നടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ കൈകൾ വിരിച്ച് അവൻ കടന്നു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, അവസാനത്തുള്ള രക്തം വരെ പുത്രൻ ഊറ്റി. എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, വായിക്കേണ്ട. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തത്തിൻ്റെ അടുക്കലല്ലയോ നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നും ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് മനസ്സിലാക്കി തരാം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. അത് തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ പറ. എത്ര രക്തം കുടിച്ചിട്ടും കലി തീരാത്ത രക്തദാഹിയായ പിശാച് ഈ തിരുവല്ലായുടെ മണ്ണിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ അവനെ തകർക്കുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അത് കാൽവറിയിലെ രക്തമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളൊക്കെ യോഗത്തിന് വരുമ്പം കൂടെ പറയുന്ന യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞാൽ ആ ബ്ലഡ് കുറച്ച് താഴെ വീഴും. ഇന്ന് രാവിലെ എൻ്റെ ശരീരം കുറച്ച് മുറിഞ്ഞു, ആ ഭാഗത്തു നിന്ന് കുറച്ച് ബ്ലഡ് താഴെ വീണു. നിങ്ങൾ എന്നെ ഒന്ന് നോക്കണം. ഞാൻ ലാബിൽ പോയി അവരെ വിളിച്ചുകൊണ്ട് വന്ന് സിറിഞ്ചിനകത്ത് ആ ബ്ലഡ് തിരിച്ച് എൻ്റെ വെയിനിൽ കയറ്റത്തില്ല. കേട്ടുവോ? കൊള്ളുകയില്ല. പിന്നെ എന്നാൽ ഞാൻ പറയാം, 2000 വർഷമായിട്ടും കട്ട പിടിക്കാത്തൊരു ബ്ലഡ് ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ വരുന്നില്ല.
ആമീൻ വരുന്നില്ല. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, യേശുക്രിസ്തുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അവൻ്റെ മുഖത്തെ റോമൻ നാണയത്തൊട്ടുകൾ ചേർത്ത് പിടിച്ച് പറിച്ചു പോരുമ്പം മാംസം കൂടെ പറഞ്ഞു പോന്നേ. ജോസിഫസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ തൻ്റെ എഴുത്തുകൾക്കകത്ത് വിവരിക്കുന്നൊരു കാര്യമുണ്ട്. പീലാത്തോസിൻ്റെ കലിത്തളത്തിൽ യേശുവിനെ വില്ല് പോലെ വളച്ചു കെട്ടി, കുതിരയുടെ തുവലുണങ്ങി, ചെറിയ നാരുകളായി കീറി, അതിനറ്റത്തൊരു മുൾക്കൊളുത്തുകളും വെച്ച് കെട്ടിയർ അവർ വാരി യേശുവിൻ്റെ പുറത്തടിച്ചു. തിരിച്ചു പിടിക്കുമ്പോൾ ആ ചങ്ങലയിൽ മാംസം പറഞ്ഞു വരിക. അത് ഒരു ഡിഷിനകത്ത് കഴുകും, പിന്നെ അടിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കണ്ട പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു, അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറപ്പെട്ടു. എന്തിനാണ്? ഒരു പാപം ചെയ്യാത്തവൻ ഈ ശിക്ഷ ഏത്തത് നിന്നെ എന്നെ രക്ഷിക്കാനാ. ഞാനൊരു കൊച്ചു സംഭവം ഇതിനിടയ്ക്കൊന്ന് പറയാം. ക്രൂശും എടുത്തുകൊണ്ട് ഗോൽഗോഥായിലേക്ക് നടന്നു വരുന്ന വഴിക്ക് യേശുവിൻ്റെ ദേഹം മുഴുവൻ ചോര. നിങ്ങൾ ശ്രദ്ധിക്കണം, ജോസിഫസിൻ്റെ എഴുത്തുകൾക്കകത്ത് എഴുതിയിട്ടുണ്ട്, പാലസ്തീനിലെ കൂർത്ത മുള്ളുകൾ തലയിൽ വെച്ച കിരീടത്തിൽ ചാട്ടവാറിൻ്റെ അടിയൂടെ വീണപ്പം ആ മുള്ള് താഴോട്ട് വന്ന് ഒരു കണ്ണ് തുളച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി അതിൻ്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നെന്ന ഒരു എഴുത്തുകാരൻ്റെ അവതരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. കണ്ടാൽ ആളല്ലാത്ത രൂപമുള്ള ക്രിസ്തു ഒരു ക്രൂശ് എടുത്തുകൊണ്ട് വന്നപ്പം നടക്കാൻ ക്രാണിയില്ലാതെ താഴെ വീണു. ഇനിയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അന്നേരമാണ് കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന ഒരുവൻ, ആയുസിൽ മാറാത്ത കഷ്ടകാലം നീങ്ങാത്ത ഒരുത്തൻ, പണി കഴിഞ്ഞ് തൂമ്പായും ചുമന്നുകൊണ്ട് വരിക. ഒരു പട്ടാളക്കൻ വന്നിച്ച് പറഞ്ഞു, ദേ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. അവൻ ചോദിച്ചു, എന്നെ എന്തിനാ? നിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ കണ്ട വഴി ക്രൂശുമായി കിടക്കുന്നു, നീ അത് ചുമന്ന് അക്കരെ എത്തിക്കണം. അവൻ നോക്കിയപ്പം 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുവൻ, ഗദരദേശത്തെ ഭൂതത്തെ അഴിച്ചുവിട്ടവൻ, 38 വർഷം ബെത്സയിദ കുളക്കലെ കിടന്ന് സൗഖ്യമാക്കിയവൻ, ഞങ്ങൾ എന്തുമാത്രം അത്ഭുതങ്ങൾ കേട്ടവൻ വഴി കിടക്കുക. അവൻ മുട്ടയുടെ അങ്ങോട്ടിരുന്ന് എൻ്റെ ഭാഗമാ ആ ക്രൂശിൻ്റെ അറ്റത്തെ തൻ്റെ തോളയിലോട്ടൊന്ന് എടുത്തു വെച്ചു. യേശുവിന് മനസ്സിലായി, ആരോ എൻ്റെ ക്രൂശിന്മേൽ ആ ഇച്ചിരി ഭാരം എടുത്തിട്ടുണ്ട്. വിതിൻ സെക്കൻഡുകളെ നിന്നുള്ളൂ. യേശു നോക്കി വെച്ച് പറഞ്ഞു, വേണ്ട, ഞാൻ എടുത്തോളാം. അങ്ങോട്ട് പോകുന്ന സമയത്ത് തോളെ പറ്റിയ ചോര കൈകൊണ്ട് ഇങ്ങനെ വാരി അവൻ കളഞ്ഞേച്ച് പോയ വഴിക്ക് തോട്ടിലിറങ്ങി ഒരു കുളിയും കുളിച്ചു വീട്ടിൽ ചെന്നു. ഭാര്യ അവൻ ചോദിച്ചു, ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ സ്മെല്ല് തിരിച്ചറിയാവുന്ന ഭാര്യ ചോദിച്ചു, ഹേ മനുഷ്യ, ഇതുവരെ ഇല്ലാത്ത ഒരു സ്മെല്ലെൻ്റെ നിൻ്റെ ദേഹത്ത്. അവൻ പറഞ്ഞു, ഞാൻ വന്ന വഴിക്കൊരു കാഴ്ച കണ്ടു. അതെന്താ കാഴ്ച? നമ്മൾ കേട്ടിട്ടില്ലേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവൻ ഉണ്ട്. ഭൂതഗ്രസ്തനെ കേട്ടിട്ടില്ലയോ? അവനെ ഞാൻ വഴിയിലൊന്ന് കണ്ടു. എന്നിട്ട് അവൻ ക്രൂശ് എടുത്തുകൊണ്ട് വരുമായിരുന്നു. ആ ക്രൂശ് മുഴുവൻ ചോരയായിരുന്നു. ഞാൻ ഒന്ന് ചുമക്കാൻ തോള് കൊടുത്തതാ, എൻ്റെ തോള് മുഴുവൻ ചോരയായി. ആ സ്ത്രീ പറഞ്ഞു, പോയി കുളിക്ക് മനുഷ്യ. അവൻ തോട്ടിലിറങ്ങി 1000 വട്ടം മുങ്ങിക്കുളിച്ചു. തിരിച്ചു വന്നിട്ടും സ്ത്രീ പറയുക, ആ രക്തത്തിൻ്റെ സ്മെല്ല് പോകുന്നില്ല. അല്പകാലം കഴിഞ്ഞപ്പം ബൈബിളിൽ എഴുതി, ഈ ക്രൂശ് എടുത്തവൻ്റെ സന്തതി ക്രിസ്തുവിൽ പ്രസിദ്ധരായി. ഓ യേശുവിൻ്റെ നാമത്തില് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? അവരോട് ചോദിച്ചു, ഈ സൗഭാഗ്യമെല്ലാം നിന്റെ അപ്പനും നിന്റെ വല്യപ്പനുമില്ല, നിന്റെ അമ്മയ്ക്കും നിന്റെ വല്യമ്മയ്ക്കുമില്ല. അപ്പനില്ലാത്ത, അമ്മയ്ക്കില്ലാത്ത, വല്യപ്പനില്ലാത്ത, വല്യമ്മയ്ക്കില്ലാത്ത ഈ സൗഭാഗ്യം എന്നാ തുടങ്ങിയ? ഉത്തരം, എൻ്റെ വീട്ടിൽ എന്നാ രക്തം വന്നോ? ഓ യേശുവിൻ്റെ നാമത്തില് നിന്നെ ചലിപ്പിക്കുന്ന രക്തം, യേശുവിൻ്റെ നാമത്തില്. ധന്യനായ പൗലോസ് സഭയെക്കുറിച്ച് പറഞ്ഞൊരു വെളിപ്പാട് കേൾക്കണോ? പൗലോസ് പറയുക, സ്തോത്രം, നീ കൂടുന്ന സഭ ബിൽഡിംഗ് അല്ല, റെന്റഡ് കെട്ടിടമല്ല, നീ പണിത AC ഹോളല്ല. ഈ സഭയുടെ പിമ്പിൽ ഒരാളുടെ രക്തമാ, തൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. നീയും ഞാനും അവൻ്റെ രക്തത്തിൻ്റെ വിലയാ. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന ആടിൻ്റെ കയറെ പിടിച്ച് ആരാധനയ്ക്ക് പോകേണ്ട നിന്നെ മാന്യമായ വസ്ത്രം ധരിപ്പിച്ച് ഈ യോഗത്തിൽ കൊണ്ടുവന്നത് ഈ രക്തമാ. മനസ്സിലാവുന്ന ഒരു ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ പറയട്ടെ. സ്തോത്രം. നിന്റെ പാപം കടും ചുമപ്പായാലും ഞാൻ എന്തോ ചെയ്യാം? അതിനെ ഹിമത്തോളം വെള്ളയാക്കാം. എന്നിട്ട് പറയുക, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, മനസ്സ് വെച്ച് നീ കേട്ടനുസരിച്ചാൽ നിന്റെ ദേശത്ത് നീ അനുഭവിക്കേണ്ട നന്മയുണ്ട്.
മറുത്തു നീ മത്സരിച്ചാൽ ന്യായവിധിയുടെ വാളാണ്. ഇതെല്ലാം പ്രവചിച്ച പ്രവാചകൻ ഒടുവിൽ പിടിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒടുവിൽ പ്രവാചകൻ വിളിക്കുന്ന ഭാഗമാണ് യാക്കോബ് ഗ്രഹമേ, യാക്കോബ് ഗ്രഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ധ്യാനത്തിന് യാക്കോബ് ഗ്രഹം എന്ന വാക്ക് മാറ്റാം. തുടങ്ങാം. വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. അതിനർത്ഥം ഞാൻ വെളിപ്പെടുത്തി തരാം. ഇതുവരെ നീ അനുഭവിച്ചതും ഇതുവരെ നീ കേട്ടതുമായ ചില അന്തരീക്ഷങ്ങൾ മാറാൻ പോവുക. ഇനിയും നീ ഇരുട്ടിലൂടെ സഞ്ചരിക്കാൻ പോവുകയല്ല, നീ വെളിച്ചത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവാത്മാവ് ബോധ്യം തരുന്നു. ഇതുവരെ നീ അനുഭവിക്കാത്തൊരു വെളിച്ചം, ഇതുവരെ നീ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ. ഞാനൊരു ദൂത് നിന്നോട് പറയാം. ദൈവത്തിന് സ്തോത്രം. കൃപയിൽ വരാൻ എളുപ്പമാ, കൃപയിൽ നിലനിൽക്കാൻ പ്രയാസമാ. അതുകൊണ്ട് ആ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നൊരു ഭാഗമുണ്ട്, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചോണം. നിന്നിലുള്ള വെളിച്ചം. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിന്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ നീ പണിതെടുത്ത 7000 സ്ക്വയർ ഫീറ്റ് വീടല്ല, മറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് നിന്റെ വീട്ടിൽ പകർന്ന വെളിച്ചമാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എത്ര ദൈവമക്കളുടെ വീടിനകത്ത് ആ വെളിച്ചമുണ്ട്? നിങ്ങളുടെ സഹകരിച്ച്. പണ്ടൊക്കെ എൻ്റെ അപ്പനൊക്കെ, ഞാനൊക്കെ ജനിച്ചു വന്ന സമയത്ത് എൻ്റെ അപ്പനൊന്നും രക്ഷിക്കപ്പെട്ട ആളൊന്നും അല്ല. അപ്പന് ഒരു ക്രൈസ്തവ കുടുംബത്തിലാണെങ്കിലും അപ്പന് ഇച്ചിരി മദ്യപിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മദ്യപിച്ചാലും ഞങ്ങളുടെ വീട്ടിലൊരു നിയമമുണ്ട്, വൈകിട്ട് കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാവരും ഇരുന്ന് പാട്ട് പാടിയില്ലേ അത്താഴം കിട്ടത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഇരുന്ന് പാട്ട് പാടിയില്ലേ, സ്തോത്രം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിച്ചാൽ അവർക്കുള്ള ശിക്ഷ 4 പാട്ട് 5 പാട്ട് പാടുക. എനിക്ക് ബൈബിൾ അറിയത്തില്ലേലും ദൈവത്തിന് സ്തോത്രം. മർത്തോമ പള്ളിക്കാരുടെ സ്തോത്രം, മാരാമൻ കൺവെൻഷനിൽ നിങ്ങൾ ഒട്ടുമുക്കാല് പാട്ട് പറയാം. പക്ഷേ ഞാൻ പാട്ടുകാരനല്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഇന്നത്തെ സന്ദേശം? ഒരു ചോദ്യം നിന്നോട് ചോദിക്കുക. സ്തോത്രം. നിങ്ങളുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടോ? മിണ്ടുന്നില്ല. നിങ്ങളുടെ പിള്ളേർ പാടാൻ നിൽക്കുവോ? മിണ്ടുന്നില്ല. പാടുവോ? മിണ്ടുന്നില്ലല്ലോ. എന്തേലും പറ. പാടുവോ? ഉറപ്പാണോ? സ്തോത്രം. പാടിയ ഗുണം. പിന്നെ ഞാൻ മാതാപിതാക്കളോട് പറയാം, അവരെ വീട്ടിൽ പാടിപ്പിക്കണം. വീട്ടിൽ പാടിപ്പിച്ചല്ല, സഭയെ പാടിപ്പിക്കണം. സഭയിൽ അവിടെ നിർത്തി പഠിപ്പിച്ച പോലെ ഇവിടെ നിർത്തി പാടിപ്പിക്കണം. പിള്ളേരും മിണ്ടുന്നില്ല. ഇല്ല, കുഴപ്പം പറയാം. +2 വരെ അവൻ നിൻ്റെ കൂടെ ഉള്ളൂ, +2 വരെ അവൾ നിൻ്റെ കൂടെ ഉള്ളൂ. ഒരു ചോദ്യം ചോദിക്കുക, +2 വരെ നീ പാടാനും പഠിപ്പിച്ചില്ല, പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചില്ല. ചില പിള്ളേർ അപ്പനും അമ്മയും കണ്ടിട്ടില്ലയോ? ചില പിള്ളേരെ സ്തോത്രം വീട്ടിൽ ഒരു പണിയും ചെയ്യിക്കത്തില്ല, ഒരു പണിയും ചെയ്യിക്കത്തില്ല. മമ്മി കാപ്പി, അവൾ കസറ ചെയ്ത് കാപ്പിക്ക് ഓർഡർ ഇടും. അമ്മ കാപ്പി കൊണ്ട് കൊടുക്കും. ആ അമ്മ ഇന്ന് യോഗം കഴിഞ്ഞൊന്ന് കാണണം. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോൾ മമ്മി ഗ്ലാസ്, മമ്മി അവിടെ ഒന്ന് ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇതിവൾ തുടങ്ങി. ചോദ്യം, ഇവളെ കെട്ടുന്നവൻ്റെ ഗതികളോർത്തെ. കുറച്ച് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിയുമല്ലോ, ഇല്ലയോ? ഇല്ലയോ? കല്യാണം കഴിക്കത്തില്ലേ? അന്നേരം പറയും സാബു കോഫി. പഠിപ്പിച്ചല്ല കുഴപ്പ. ചോദ്യം, ഇനി കാപ്പിയും ചായയൊക്കെ അങ്ങ് വിട. ഈ മലയാളിയായ ആൾക്ക് എത്ര സാൻഡ്വിച്ച് കഴിച്ചാലും അവൻ ഇച്ചിരി നാടൻ ആഹാരം കഴിച്ചാലേ അവനൊരു അവൻ പിന്നെ സൊമാറ്റോക്കാരെയോ ഒക്കെ ആശ്രയിക്കണം ഒരു മീൻകറി കൂട്ടണേ. പണങ്ങല്ല. ഇനി +2 വരെ ഇവിടെ യോഗത്തിലും പാടിയില്ല, വീട്ടിലും പാടിയില്ല, സ്റ്റേജിലും പാടിയില്ല. +2 കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ് പഠിക്കാൻ അമേരിക്കയിൽ പോയി, കാനഡയിൽ പോയി. ഇവിടെ പാടാത്തോളം അവിടെ പാടുവോ? പറ. അവൾ കല്യാണം കഴിക്കുന്ന ഭർത്താവ് പാടുവോ? പറ. അവക്കുണ്ടാകുന്ന പിള്ളേർ ഇച്ചിരിയേലും പാടുവോ? ഉണ്ടോ? ഒന്ന് നോക്കുകയുണ്ടോ? എവിടാ കുഴപ്പം? പിന്നെ അവിടെ പാടാഞ്ഞപ്പം നിന്നെ ഞാൻ പഠിപ്പിച്ചില്ലയോ? എന്താ പഠിപ്പിച്ചു?
പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ഇല്ലാത്ത നേരം ഉണ്ടാക്കി ജോലി ചെയ്ത് ഒരു 50 കോടി കൊച്ചിൻ്റെ പേര് FT ഇട്ടില്ലേലും ഒരു കുഴപ്പം വരികയില്ല. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട സ്പിരിച്വൽ ട്രെയിനിങ് നിന്റെ വീട്ടിലും സഭയിലും കൊടുക്കണം. മിണ്ടുന്നില്ല. അതെങ്ങനെ പ്രശ്നം എന്താണെന്നറിയോ? ഈ നമ്മുടെ വീട്ടിൽ ഈ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും അപ്പന്മാർക്കെല്ലാം പിള്ളേരെ പേടിയാ. ഇപ്പം പറയുന്നില്ലെന്നേ ഉള്ളൂ. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എൻ്റെയൊക്കെ കാലത്ത് ഞാൻ ഓർക്കുവാണേ, അപ്പൻ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഇരുന്നാൽ നമ്മളപ്പുറത്ത് കിച്ചൻ്റെ റോഡിൽ കൂടെ വന്ന് എന്നാടാ ഇന്ന് പുറകിൽ കൂടെ അപ്പനോട്ടിരിക്കുന്നു. ഇന്ന് നേരെ തിരിച്ചാ പിള്ളേരുടെ വണ്ടി കൊണ്ട് അപ്പൻ എഴുന്നേറ്റ് നിൽക്കും. പണ കയറി വാ, പണങ്ങല്ല, മൊത്തം തെറ്റിയേക്കുവാ. അപ്പൊ ആൾക്കാർ ഇപ്പോഴത്തെ പിള്ളേരോട് വല്ലതും പറയാൻ നോക്കോ? പറയണ്ട, അനുഭവിച്ചോ. ശ്രദ്ധിക്കണം, സിസ്റ്റം തെറ്റരുത്. ഒരു നല്ല സിസ്റ്റം ബൈബിളിൽ തന്നേക്കുവാ. സ്തോത്രം. മനസ്സിലാവുന്നവരെ സ്തോത്രം ചെയ്യാവോ? ഇതിന് സ്തോത്രം പോകുമെന്ന് എനിക്കറിയാം. അത് തീരുമാനിച്ചാണ് ഞാനിന്ന് കയറിയേക്കുന്നത്. ഞാൻ ആ ഭാഗമൊക്കെ വിടുക. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പാടാൻ പഠിപ്പിക്കണം. ഇനി ഇവന്മാരെ പാടാൻ കൊണ്ടിരുത്തിയാലോ? ചൊവ്വേ പാടുവോ? മറ്റു ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഇരിക്കുക, ദാദിഷയമേ പാടിയച്ചു എന്ന് പറഞ്ഞാൽ അത്ര എമർജൻസി കാര്യം നടക്കുവാ ഇവിടെ. തോണ്ടല് പിടികിട്ടിയോ? എവിടാ കുഴപ്പം വരുന്നേ? ഇവൻ ഇങ്ങനെ ഇരുന്ന ഇവൻ്റെ പിള്ളേരാരാവും? സൂക്ഷിക്കേണ്ട കാര്യമാണ് പറയുന്നത്. പണ്ട് പ്രായമുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, അടയ്ക്കാന്നേ മടി വെക്കാം, കവുങ്ങായാൽ വെക്കാൻ പറ്റുകയില്ല. ഇപ്പോഴേ തുടങ്ങിക്കോണം. ഈയിടെ ഒരു പേരൻസ് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞ് യോഗത്തിൽ നിന്ന് കരയാതിനവരെ. ഞാൻ പറഞ്ഞാൽ കരയുന്ന കൊച്ചിനെ കൊണ്ടുവരണം. ആ കൊച്ച് ആദ്യം കേൾക്കേണ്ടത് ഇവിടുത്തെ പാട്ടും മ്യൂസിക്കുവാ. അത് അന്ന് കേട്ടാൽ ഇപ്പം മരിക്കുന്നിടം വരെ അവൻ്റെ അകത്ത് ആ മ്യൂസിക് കിടക്കും. പക്ഷെ കരഞ്ഞ കൊച്ച് മീറ്റിങ്ങിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നീ ആ വാതിക്കലോട്ടങ്ങ് നിന്നു, കൂടുതൽ കരയുമ്പോൾ വെളിയിലോട്ട് പൊക്കോ, എന്നാലും അവൻ്റെ ചെവിക്കകത്ത് ഈ മ്യൂസിക് കിടക്കും. 10 ദിവസം കഴിഞ്ഞ് അവൻ കൈയടച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ അടിക്കും ആദ്യം. മിണ്ടുന്നില്ല. ആത്മീയ അഭ്യസനം ഇല്ലെങ്കിൽ ലൈഫ് ഫെയിലായി പോകും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, ഇരുട്ടിൽ നടന്നത് മതി, വരുവീൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഇനിയും ദൂതിലോട്ട് വരുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുന്ന ഭാഗത്തോട്ടാണ് വരുന്നത്. ഈ ഒന്നാമത്തെ സന്ദേശമാണ്, ദൈവത്തോട് നമ്മൾ അടുക്കണം. ഈ വെളിച്ചത്തിൽ നടക്കണം. എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ അടുക്കണം. എങ്ങനെ അടുക്കണം? കയ്യടി കൊണ്ടല്ല അടുക്കണ്ടേ, ഹൃദയം കൊണ്ട് അടുക്കണം. റെഡിയാണോ അടുക്കാൻ? നിന്റെ വീടിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ സമൃദ്ധി വസിക്കണം, വചനത്തിൻ്റെ സമൃദ്ധി വസിക്കണം, വചനത്തിൻ്റെ സമ്പന്നത വസിക്കണം, വിശ്വാസത്തിൻ്റെ സമ്പന്നത വസിക്കണം. അപ്പം നിന്നെ തൊടാൻ ഒരിരുട്ടിനും കഴിയത്തില്ല. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തോട് അടുക്കണമെന്ന് പറയുമ്പോൾ ബൈബിളിലൊരു വാക്യമുണ്ട്, സ്തോത്രം, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. ബ്രദർ അങ്ങനെ യോഗത്തിൽ നോട്ടീസ് കണ്ടപ്പോൾ അല്ല, പിതാവ് ആകർഷിച്ചോണ്ടാണ് വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നോട്ടീസ് ഒത്തിരി പേര് കണ്ടു, അവരാരും വന്നില്ല. അത്ഭുതം കണ്ടാ വന്നേ, ഒത്തിരി പേര് അത്ഭുതം കണ്ട് അവർ വന്നില്ലല്ലോ. നീ വരാൻ കാരണം എന്താ? നിന്നെ ഒരാൾ ആകർഷിച്ചതാ. ഒരാമയും വരുന്നില്ല. എന്തോ എനിക്ക് ദൈവാത്മാവ്, ഒരു ആത്മീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ അകത്തൊരാകർഷണ വലയം കിടക്കുക. ഓ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ കണ്ടോ, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ റേഡിയോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ അടി വാങ്ങിച്ചത്. എൻ്റെ അപ്പം ബിസിനസ് കമ്പോള നിലവാരമുണ്ട് വൈകിട്ട്, കമ്പോള. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഏറ്റവും ഹൈ ലെവലിൽ റേഡിയോ വെച്ചിരിക്കുക. അപ്പം ബിസിനസ്സുകാരനായതുകൊണ്ട് എല്ലാത്തിനും വില അറിയണം. അതിനിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് പിള്ളേരില്ലേ ഒരു ചിരിയൊക്കെ ചിരിക്കും. ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ള അതിനാ. കമ്പോള നിലവാരം തെറ്റിക്കാൻ പാടില്ല. പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ കേടാകുന്ന ഈ റേഡിയോയാണ്. റേഡിയോ കേടായ പിള്ളേർക്ക് കളിക്കാനൊരു സാധനം ഉണ്ടെന്നറിയോ? റേഡിയോയുടെ സ്പീക്കറിൻ്റെ ചുറകിൽ ഒരു കാന്തം. ഇത്രയും വട്ടം ഒന്നും കളിച്ചിട്ടില്ലാത്ത പോലെ എല്ലാവരും കൂടെ എന്നെ നോക്കിയിരിക്കുക അല്ലേ? ഈ കാന്തം എടുത്തിട്ട് 4ആയിട്ട് അങ്ങ് ഒടിക്കും. എന്നിട്ട് ഈ കാന്തത്തിനൊരു നൂല് കെട്ടും. നൂല് കെട്ടിയച്ച് ആ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പയിലോട്ട് ഇരുന്നുകൊണ്ട് ആ മണ്ണിനകത്തോട്ട് ഈ കാന്തം അങ്ങോട്ട് ഇറക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. മണ്ണിനകത്ത് മറിഞ്ഞു കിടന്ന പുള്ളിയെല്ലാം കൂടെ കാന്തത്തേലുമല്ല മണ്ണിലുമല്ലാത്തൊരു ലെവലിൽ നിൽക്കും.
മിണ്ടുന്നില്ല. അന്നേരം അറിയുന്ന നീ ചവിട്ടുന്ന മണ്ണിൽ ഇതെല്ലാം ഉണ്ട്. അതിനെ ആകർഷിച്ചെടുക്കുന്നൊരു കാന്ത വലയം. ചില ആൾക്കാർ ചോദിക്കും, സ്തോത്രം, നിനക്ക് എങ്ങനെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നും? അച്ഛാ, ഞാനും വിചാരിക്കേണ്ട പോകണ്ട എന്നാ. എന്തോ ഒരു ആകർഷണം എന്നെ അങ്ങോട്ടങ്ങ് വലിക്കുക. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഒരു യോഗത്തിൻ്റെ പോസ്റ്റർ അല്ല, മറിച്ച് എന്തോ ഒരു ആകർഷണം. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ. ഇനി ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോഴേ കുറേ കുഴപ്പങ്ങളുണ്ട്. ഈ ബൈബിളിലൊരു വാക്യമുണ്ട്, യാക്കോബിൻ്റെ ലേഖനത്തിൽ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവത്തോട്, ഈ ദൈവത്തിൻ്റെ സിസ്റ്റം നിനക്ക് ഇച്ചിരിയേലും അടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം തയ്യാറാണ്. ഈ ബൈബിളിൽ നമ്മളെല്ലാം കൂടെ ബൈബിളിൽ ഒരു പുള്ളിക്കൊരു പേരിട്ടിട്ടുണ്ട്, മുടിയനായ പുത്രൻ എന്ന്. നമ്മളിട്ട പേരാ ബൈബിളിലില്ല. ദൈവത്തിന് സ്തോത്രം. ഒരപ്പന് 2 മക്കളുണ്ട്. ഒരുത്തൻ പറഞ്ഞു, ഡാഡി, സ്തോത്രം, ഈ പൊതുവെ ഇപ്പം പിള്ളേർക്ക് വീതം ചോദിക്കുന്നൊരു ടെൻഡൻസി അന്ന് തുടങ്ങിയതാ, ഇപ്പോഴും നിന്നിട്ടില്ല. നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. അപ്പോൾ എൻ്റെ വീതം തരാൻ പറഞ്ഞു. ആദ്യമൊക്കെ അപ്പം പറഞ്ഞു നമ്മളെല്ലാം ഒന്നാന്ന് പറഞ്ഞു. അപ്പോൾ പണിയൊക്കെ കൈവെക്കാൻ പറഞ്ഞു, വീതം തരാൻ പറഞ്ഞു. പിള്ളേർ പ്രായമായാൽ പിന്നെ വീതം കൊടുക്കണം. നോക്കി കണ്ടു കൊടുത്തില്ലേ ഓൾഡ് ഏജ് ഹോമിൽ പോകേണ്ടി വരും. ഇപ്പോഴും ഞാൻ തുറന്ന് പറഞ്ഞേക്കാം, കണ്ട മിണ്ടുന്നില്ല. പണ്ട് ഭാര്യയുടെ വാക്ക് കേട്ട് ഭർത്താവ് അപ്പനെയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയി. അവിടെ ചെന്നപ്പം സ്തോത്രം 7 ലക്ഷം രൂപ അടച്ചു അപ്പനെ അവിടെ നോക്കാൻ. അടച്ചേച്ച് അപ്പൻ ഇവിടെ അന്നേ ഉള്ളൂ, മോൻ എപ്പോഴും ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞേച്ച് പമ്മി പോരാൻ തുടങ്ങിയപ്പോൾ നല്ല ഡ്രസ്സ് ധരിച്ചൊരു പെണ്ണ് വന്ന് ചോദിച്ചു, സാറേ, സാറിൻ്റെ അപ്പനെ ഇവിടെ ഏൽപ്പിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സാറിനോടൊരു ഓഫർ പറയാൻ പറഞ്ഞ. സാറിപ്പോൾ 7 ലക്ഷം രൂപ കൊടുത്താൽ ചേർന്ന് ഇന്ന് 1 ലക്ഷം രൂപ അടച്ചാൽ സാറിന് ആവശ്യം വരുമ്പം 3 ലക്ഷം തന്നാൽ അന്നേരം ഇവിടെ കിടക്കാം. അന്നേരം ഇവന് ബോധം ഉണ്ടായേ, നിൻ്റെ കാര്യം ഇവിടെ തന്നെയാന്ന്. അകത്ത് കൗണ്ടറിൽ ചെന്ന് 7 ലക്ഷം തിരിച്ചു വാങ്ങിച്ച് അപ്പനെയും കൊണ്ട് വീട്ടിൽ ചെന്നു. ഭാര്യ ചോദിച്ചു, 7 ലക്ഷം രൂപ ഉണ്ടാക്കി തന്നിട്ട് തിരിച്ചു കൊണ്ടുവരുവാന്നോ? അപ്പോൾ അവൾ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ ഒരു ഓഫർ കിട്ടി. ആ ഓഫർ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, നിൻ്റെ ഓഫറിനേക്കാൾ വലിയ ഓഫറാണ് അത്. അതുകൊണ്ട് ഈ നിൻ്റെ ഓഫർ വേണ്ടാന്ന് വിചാരിച്ചു, അവരുടെ ഓഫർ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പനെ ഇവിടെ തന്നെ വർപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, എന്താ ഇന്നത്തെ സന്ദേശം. ദൈവത്തിന് സ്തോത്രം. ദൂതിലോട്ട് പോകുമ്പം അപ്പം ഒരപ്പന് 2 മക്കളുണ്ട്. സ്തോത്രം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഈ പിള്ളേർ വാശി പിടിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുത്തു. ഈ പിള്ളേർ വാശി പിടിക്കുമ്പം ഈ വാശി പിടിക്കുന്ന കൊച്ചന് 19 വയസ്സേ ഉള്ളൂ. കൊടുക്കാത്ത അപ്പന് 55 വയസ്സുണ്ട്. 55 വയസ്സുള്ള അപ്പനറിയാം, ഈ 19കാരനെ കൊടുത്താൽ 10 ദിവസം കഴിയുമ്പം ഒരു തോർത്ത് പോലും സ്വന്തമായിട്ട് കാണുകയില്ല. ഓരോരുത്തർക്കും ചിലർക്ക് ഈ ചെലവാക്കാനേ അറിയൂ. പൈസ ബ്രദറെ, എനിക്കൊരു കൃപയുണ്ടോ, എത്ര ലക്ഷം വേണം ഇങ്ങോട്ടോ, ഞാൻ ചിലവാക്കി തരാം. അത് കൃപാവരമൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലർക്ക് 10 പൈസ ഉണ്ടാക്കാൻ അറിയത്തില്ല. എല്ലാവരും എന്ത് ചെയ്യുക, എന്തോ പറ്റി ഭയങ്കര മൗനതയായിപ്പോയി. ചിലർക്ക് ഈ പൈസ ചിലവാക്കാനേ അറിയത്തുള്ളൂ. സ്വന്തം 1 ലക്ഷം രൂപയും കൊണ്ട് ഇറങ്ങിയ 1 ലക്ഷം രൂപയും കൊണ്ട് തിരുവല്ലയിൽ ഒരു മാസം ജീവിക്കാം, 7000 രൂപയ്ക്കും ജീവിക്കാം. ഉണ്ടെന്നില്ല. സ്തോത്രം. 1 ലക്ഷത്തിന് ജീവിച്ചാൽ ബിപിയും കൊളസ്ട്രോളും പെട്ടെന്ന് വരുമെന്നേ ഉള്ളൂ. മറ്റേ ഇച്ചിരി സ്ലോ ആയിട്ട് ഇവിടെ സഹകരിക്കുക. ദൈവം ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടേ. ഈ തൊണ്ടേന്ന് താപ്പോട്ടിറങ്ങിയാൽ പിന്നെ എന്തുവാ കഴിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഇന്നലെ മട്ടൻ കഴിച്ചെന്ന് പറഞ്ഞ് ഇന്ന് കിടന്ന് തുള്ളുവോ? പറ. ഇന്നലെ കപ്പ കഴിച്ചെന്ന് പറഞ്ഞ് ഇന്ന് കിടന്ന് തുള്ളുവോ? ഇത് ഈ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. ദൈവം അങ്ങനെ വെച്ച സിസ്റ്റമാണ്. മട്ടനൊക്കെ കൊടുത്ത 1.5 മാസം അകത്ത് മട്ടൻ ആനന്ദമായിരുന്നേ. പിടികിട്ടിയോ? ദൈവത്തിന് നിൻ്റെ സിസ്റ്റം അറിയാം. അതുകൊണ്ട് തമ്പുരാൻ അറിഞ്ഞു കൊടുത്തേ. പോട്ടെ, അതെല്ലാം പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ഇവന് അപ്പൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി അടിച്ചു പൊളി ഇച്ചങ്ങ് ജീവിച്ചു. കാശുണ്ട്, എത്ര കൂട്ടുകാർ വേണം. നിന്നെ നോക്കിയിരിക്കുമായിരുന്നടാ, കാശില്ലാതാകട്ടെ, തിരിഞ്ഞു പോകും. നമ്മളിതൊന്ന് പുറകെ തൊടുക. അച്ഛാ കണ്ടില്ല? അയ്യോ, 50 പ്രാവശ്യം കണ്ടതാ. അപ്പം ചുരുക്കി പറയാം, മൊത്തം തീർന്നു. ഈ തീർന്നപ്പോഴാണ് മനസ്സിലായത് ഉണ്ടാക്കിയില്ല ഇത് തീർന്നു പോകുമെന്ന്.
കടയിൽ ചെന്ന് പണി ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പണിയില്ലെന്ന് പറഞ്ഞു. അവസാനം അങ്ങ് ആദ്യം 5 സ്റ്റാർ ഹോട്ടലിലാണ് ചോദിച്ച പണി, പിന്നെ അത് സ്തോത്രം 3 സ്റ്റാറിൽ വന്നു, സാധാ ഹോട്ടലിൽ വന്നു. അവസാനം ഫാമിൽ പോയി. ഫാംകാരൻ പറഞ്ഞു ആവശ്യമൊന്നുമില്ല, പിന്നെ വേണേ ചെയ്തോ, കൂലിയൊന്നുമില്ല. അപ്പം ആഹാരം അതാ മൃഗത്തിന് കൊടുക്കുന്ന കൂട്ടത്തിൽ നീയും കഴിച്ചോളാൻ പറഞ്ഞു. ഗതികേടാ കേട്ടോ. അവിടെ പോയിരുന്ന് ഏത് ഫാമിലാണ് പോയേ? പന്നികളുടെ ഫാമിൽ. നല്ല പാർട്ടിയുവാ. ഈ മൃഗത്തിനൊരു സ്വഭാവമുണ്ട്. ഈ തീറ്റി കൊടുക്കുമ്പം എന്തെങ്കിലും കോക്കാമ്പിച്ച് കാണിച്ചാ ഇപ്പം ചിലർ പറയും ഞാൻ വളർത്തുന്ന പട്ടി എന്നോ സൂപ്പറാ, പത്രം എടുത്തോണ്ട് വരും. സ്തോത്രം. അമ്മേ ഫോൺ അവിടെ ഇരിക്കുവാന്ന് ബെല്ലടിക്കുമ്പോൾ കടിച്ചെടുത്ത് മടി കൊണ്ടിട്ട് തരും. വേണ്ടി വന്ന പുള്ളി ഹായ് പറയും. നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം നല്ലതാ. പക്ഷെ ആഹാരം കൊടുക്കുമ്പം അതിനിടയ്ക്കൊന്ന് കൈയിട്ട് നോക്കണം. അന്നേരം സ്വഭാവം അറിയും. അതങ്ങനെ ഈ മൃഗത്തിന് ആഹാരത്തിനിടയ്ക്ക് പുള്ളി കൈയിട്ടപ്പം എൻ്റെ ഭാവനയില ഒറ്റ അടി കൊടുത്തു. സ്തോത്രം. ഈ പന്നി. അന്നേരം അവന് ബോധം വന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഈ ചിലർക്ക് തല്ല് കിട്ടിയാലേ ബോധം വരും. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാര് ആഹാരം കഴിച്ച്, എടാ ഓർക്കാൻ ഒരു അപ്പൻ്റെ വീടുണ്ട്, ഒന്നിനും കുറവില്ലാത്ത വീട്. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ. നിന്റെ സകല അവസ്ഥകളും മാറ്റുന്ന അപ്പൻ്റെ വീട്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാര് ആഹാരം കഴിച്ചിട്ട് കൊണ്ട് കളയുക. ഞാനോ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിശപ്പ് കൊണ്ട് പൊരിയുക ഇവിടെ കിടന്നു. അവനൊരു തീരുമാനമെടുത്തു, ഞാൻ അപ്പൻ്റെ വീട്ടിൽ തിരിച്ചു ചെല്ലും. എന്നിട്ട് അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനിയും നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണേ. ഈ തീരുമാനം എടുത്തേച്ച് വരിക. നിങ്ങൾക്കറിയാമോ, വീട് വിട്ടിറങ്ങി അന്നു മുതൽ ആ വീടിൻ്റെ വാതിക്കൽ അപ്പൻ നോക്കിയിരിക്കുക. എന്തിനാ? എന്നെൻ്റെ മകൻ മടങ്ങി വരും. അകന്നവനെ നോക്കി ദൈവം പറയുക, ഒന്ന് അടുക്കാൻ അപ്പൻ കൊതിക്കുന്നു. നീ ഒരു തീരുമാനം എടുത്താൽ ഇത് നിന്റെ വിജയത്തിന്റെ ദിവസമാ. നീ ഒരു തീരുമാനം എടുത്താൽ ഇത് നിന്റെ അത്ഭുതത്തിന്റെ. ഈ നമ്മുടെ നാട്ടിലെ അപ്പനെ പോലല്ല ഈ പുസ്തകത്തിലെ അപ്പൻ. നമ്മുടെ നാട്ടിലെ അപ്പൻ്റെ അടുക്കൽ നമ്മൾ ഇങ്ങനെ കാണിച്ചെങ്കിൽ ഒരു കാശാങ്ങമ്പൊക്കെ വെട്ടിക്കൊണ്ട് അപ്പം പറയും വരട്ടെ. ഈ അപ്പൻ അങ്ങനല്ല. ഇവൻ്റെ തലവട്ടം കണ്ടപ്പോളേ അങ്ങോട്ട് പോയപ്പോൾ കൗളൊക്കെ ഇങ്ങനെ ആപ്പിൾ പോലൊക്കെ ചിലക്ക് ഈ വിദേശ രാജ്യത്തു നിന്നൊക്കെ പോയിച്ച് വരുമ്പം അന്ന് വന്നിറങ്ങിയാൽ കണ്ടിട്ടില്ല, കൗളൊക്കെ ഇങ്ങനെ തൊടുത്ത് ഈ ഓറഞ്ച് ജ്യൂസൊക്കെ ഇവിടെ വന്ന് 4 കാറ്റടിക്കുമ്പോൾ ഇത്രയുള്ള ഇടപാട്. നിങ്ങൾ ശ്രദ്ധിച്ചു. ഇവൻ്റെ കൗളെല്ലാം ഒട്ടി ഇവൻ വരിക. രൂപം കണ്ടപ്പോൾ അപ്പന് മനസ്സിലായി മോനാ. വചനം കേട്ടോ, മോൻ അപ്പൻ്റെ അടുക്കലേക്കും അപ്പൻ മകൻ്റെ അടുക്കലേക്ക് ഓടി. എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത, നീ ഒരു സ്റ്റെപ്പ് എടുത്താൽ നിന്റെ കാര്യത്തിൽ ദൈവം 2 സ്റ്റെപ്പ്. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിന് പറയാനുണ്ട്, നിന്നോട് അടുക്കാൻ ആഗ്രഹമുണ്ട് യേശുവിന്, നിന്നോട് ഇച്ചൂരോട് അടുക്കാൻ. യെസ്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയാ, ഇനിയും നിന്നെ ഇങ്ങനെ വിടത്തില്ല, നിന്നോട് അടുക്കാൻ യേശു ആഗ്രഹിക്കുക. ചുരുക്കി പറയാ, അവന് വന്നപ്പോൾ തന്നെ കൈകൂപ്പിക്കൊണ്ട് പറയാ, അപ്പാ അപ്പനൊന്നും കണ്ടില്ല, കയറി കെട്ടി അങ്ങ് പിടിച്ചു. നിന്റെ മകനെന്ന് വിളിപ്പാൻ പറയടാ എന്നൊന്നും പറഞ്ഞില്ല. അപ്പം പറയാ, വേഗത്തിൽ ചെരുപ്പ് കൊണ്ടുവാ, വേഗത്തിൽ മോതിരം കൊണ്ടുവാ, വേഗത്തിൽ പുതിയ ലൂയിസ് ഫിലിപ്പിന്റെ ഉടുപ്പ് കൊണ്ടുവാ. പിടി കിട്ടിയോ? കാളയറക്ക്, ലൈറ്റുകാരെ വിളി, ബാൻഡ് മേളം വിളി. എന്തുവാ? എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. ഒരു പാപിയുടെ മടങ്ങി വരവിൽ സ്വർഗം സന്തോഷിക്കുന്ന രംഗമാ. നിന്നെ ഇരുട്ടിൽ ബന്ധിച്ചിട്ട് നടത്തുന്ന ദൈവം പറയുക, നീ ഒന്ന് തിരിച്ചു വാ, യഹോവയുടെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. പിന്നെ ദൈവത്തോട് അടുക്കാത്തതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ദൈവത്തോട് അടുക്കുമ്പം ഈ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാധനമൊക്കെ നമ്മളിൽ നിന്ന് അകലും. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 6000 ഭൂതം ഉള്ളവന് അവൻ്റെ അടുക്കലോട്ട് കർത്താവ് ചെന്നപ്പം ഇവനിൽ കുടിയിരുന്ന 6000 ഭൂതം തന്നെ പറഞ്ഞു ടാറ്റ ടാറ്റ ടാറ്റ.
കേട്ടോ. കർത്താവിനോട് അടുക്കുമ്പോൾ ചില പുള്ളികളൊക്കെ തന്നെ മിണ്ടുന്നില്ല. ഒരിക്കൽ ഈ സക്കായി എന്ന് പറയുന്ന ആൾക്ക് യേശുവിനെ കാണാനൊരാഗ്രഹം. എപ്പോഴും ഓർക്കണം, ചിലൊക്കെ പറയും എൻ്റെ ബ്രദറെ ഞങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, അത് കാണാൻ വന്നതാണ്. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ വരുന്നവരെ. അങ്ങനെ യേശുവിനെ കാണാൻ ആഗ്രഹം ഉണ്ടായി. ഈ യേശുവിനെ കാണാൻ ചെന്നപ്പോൾ സക്കായി എല്ലാം തികഞ്ഞ ആളായിരുന്നു. യേശുവിനെ കാണാൻ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പുള്ളിക്കൊരു കുറവുണ്ട്. അത് എന്നെ കുറവാണ്, നീളക്കുറവെന്നൊരു കുറവ്. ഈ നമ്മൾ നേരെ 100% പെർഫെക്റ്റാന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ഇപ്പം കുറച്ച് കുറവുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കർത്താവിൻ്റെ അടുക്ക് വരുമ്പം നമ്മുടെ കുറവെല്ലാം വെളിപ്പെടും. അവൻ നേരെ മിടുക്കനായോണ്ട് കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ ചാടി കാട്ടത്തിയുടെ മണ്ടയ്ക്ക് കയറി. എന്നിട്ട് ആ കാട്ടത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് പച്ചലയ്ക്കകത്തിരുന്നുകൊണ്ട് പച്ചയോട് പെട്ടുകൊണ്ടിരിക്കുക. അന്നേരം യേശു അതിലേക്കൂടെ വരിക. അയ്യോ, യേശുവിനെ കണ്ട് എൻ്റെ പൊന്നെ, ഇതല്ലയോ നമ്മൾ കേട്ട യേശു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു അവിടെ വന്നു, സക്കായിയേ ഉണ്ടോ, നിന്റെ സകല ഭൂമിശാസ്ത്രം കർത്താവിനറിയാം. സക്കായിയേ മണ്ടയ്ക്ക് എന്നെ കൊണ്ടേ പോവെന്നാ തോന്നുന്നത്. നോക്കിയേ, ഈ മരത്തേക്കറ്റ അറിയാവുന്നവരോട് ചോദിക്കുക, കയറുന്നതാണോ എളുപ്പം, ഇറങ്ങുന്നതാണോ പ്രയാസം? കയറുന്നതാണോ പ്രയാസം, ഇറങ്ങുന്നതാണോ പ്രയാസം? സൂക്ഷിച്ചിറങ്ങിയില്ല, ഏറിയ കാണുകയില്ല. സക്കായി ബന്ധപ്പെട്ടിറങ്ങിയെന്നാ ബൈബിളി. എത്രയോ പേര് ഇന്നും അത്തിയുടെ മണ്ടയ്ക്ക് ഇന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ ബ്രദറെ, കഴിഞ്ഞ 12 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് ആ അത്തിയുടെ മേളിൽ ഞാൻ കേട്ട ശബ്ദം, എൻ്റെ പൊന്ന് ബ്രദറെ, നീ മണ്ടയ്ക്കിരുന്നുള്ള ഈ കേപ്പ് നിർത്തിയേച്ച് താഴോട്ടൊന്ന് വാ. നീ അത്തിയുടെ മണ്ടയ്ക്കൊന്ന് ഇറങ്ങ്, നിന്നെ ഇറക്കാനായി യോഗം വെച്ചേക്കുന്നേ. എൻ്റെ മിണ്ടുന്നില്ല. എന്താ കാര്യം? ദൈവത്തിന് സ്തോത്രം, നിൻ്റെ കൂടെ നടക്കാൻ കർത്താവ് റെഡിയാ. അവൻ ഇറങ്ങി വന്നേച്ച് കർത്താവിനോട് പറയുക. ഈ കർത്താവിൻ്റെ അടുക്കലോട്ട് വന്നപ്പോൾ സക്കായി, ആയുസി കരയാത്ത സക്കായി ഇങ്ങനെ പൊട്ടിക്കരയാനൊക്കെ. എന്നിട്ട് പറയാ, കർത്താവേ, എൻ്റെ വസ്തുവിൽ പകുതി രാമഞ്ചിറ ഇറക്കം ഇറങ്ങുന്നിടത്ത് കിടക്കുന്ന 17 സെന്റ് എഴുതി ദരിദ്രർക്ക് കൊടുക്കാൻ പോവാ. കർത്താവ് ചോദിച്ചോ? ഇല്ല. അതിൻ്റെ കാരണം എന്താ? ഇവിടെ വന്നപ്പം മനസ്സിലായി ഒരിടപാട് നടക്കുകയായിരുന്നു. ഇതിനിടയ്ക്കൂടെ ഇടപാട് നടത്തുന്നത് അത് രക്ഷിക്കപ്പെടാത്തവരാ. രക്ഷിക്കപ്പെട്ടവർക്ക് ആർക്കും ഇതിനിടയ്ക്ക് ഇടപാടില്ല. ചതിവായി വല്ലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് അന്നേരം തന്നെ പോക്കറ്റിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്ത് ICSEയുടെ എഴുതുക, അക്സസിൻ്റെ ചെക്ക് ബുക്ക് എഴുതുക, പോക്കറ്റ് നിറച്ച് ചെക്ക് ബുക്കാ, ഓരോന്ന് എഴുതുക, നിന്നെഴുതുക. നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. എന്താ കാരണം? കർത്താവിനോട് അടുക്കുമ്പം കുറ്റബോധം, പാപബോധം, നീതിബോധം ഒക്കെ ഉണ്ടാവും. സ്തോത്രം. ദൈവത്തോട് അടുക്കുന്നത് ഏറെ നല്ലതാ. വചനം പറയാം, നീ അടുക്ക് ദൈവത്തോട്. എത്ര പേർക്ക് അപ്പം അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറയാം, ഇച്ചൂടെ അടുക്കണമെന്ന് പറയാം ദൈവത്തോട്. ചിരിച്ചുകൊണ്ട് പറയാം, ഇച്ചൂടെ അടുക്കണമെന്ന് പറയാം ദൈവത്തോട്. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് അതിന് ആമയും പറയും? ഇനി ഞാൻ ആ വാക്യത്തിലോട്ട് വരിക. കർത്താവിനോട് അടുത്തിട്ട് പറയാം, വരുവീൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ധന്യനായ പൗലോസ് കൊലോസിയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതി നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പം ഇരുട്ടിന് എന്തുണ്ട്? ഒരധികാരമുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മീയമായിട്ടൊരു ദൂത് പറയാം. നിൻ്റെ കൂടാരത്തിനകത്ത് അരുതാത്ത ഇരുട്ടിൻ്റെ വ്യാപാരം, അരുതാത്തത് എന്തെങ്കിലും നിൻ്റെ കുടുംബത്തിൽ കുത്തി നിറയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധനയിൽ ആ ഇരുട്ടിൻ്റെ അധികാരത്തെ പൊട്ടിക്കുന്ന ആ ദൈവകൃപ. ചില വീടുകളിൽ നിന്ന് ഇരുട്ട് വിട്ടുപോകും, ചിലരുടെ ജോലി സ്ഥലത്തുനിന്ന് ഇരുട്ട് വിട്ടുപോകും, ചിലരുടെ ഫാമിലി ലൈഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ നിന്റെ വീടിനകത്തൊരു വലിയ വെളിച്ചം ഇറങ്ങാൻ പോവുക. ആരൊക്കെ നിന്റെ ലൈഫിൽ ഇരുട്ടുണ്ടാക്കിയാലും ഈ കർത്താവിന് നിർബന്ധമുള്ളൊരു കാര്യം പറയാം. കർത്താവിന് വളരെ നിർബന്ധമുള്ളൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. അത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ കർത്താവ് നിർബന്ധം പറയുന്നൊരു കാര്യമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുട്ടിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നു. കർത്താവിനെ ഫോളോ ചെയ്യുന്ന ആരും എന്തിൽ വസിക്കാൻ പാടില്ല? ഇരുട്ടിൽ വസിക്കാൻ പാടില്ല.
സഹോദരം, എന്താ? ഞാൻ വെളിച്ചമായി വന്നിരിക്കുക. എന്നോട് ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. ചില വീടുകൾക്കകത്ത് ഈ വെളിച്ചം വ്യാപരിക്കും. ചിലരുടെ കുടുംബജീവിതത്തിനകത്ത് ഈ വെളിച്ചം വ്യാപരിക്കും. നിന്റെ ജീവിതത്തിനകത്ത് ഇരുട്ട് വന്നെങ്കിൽ ഇന്ന് ആ വിളക്ക് നീ കത്തിക്കണം. ഓ, യേശുവിൻ്റെ നാമത്തിൽ വിടിരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, കരിന്തിരികൾ മുറിച്ചു മാറ്റി പാത്രങ്ങളിൽ എണ്ണ പകർന്ന് നിന്റെ വിളക്കിന്. ഈ ബൈബിളിൽ വാക്യമുണ്ട്, വായിക്കാൻ സമയം എടുക്കുന്നില്ല. നിന്റെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക്, അടുത്തിരിക്കുന്ന തൊട്ടേച്ച് പറ, വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറ. സ്തോത്രം. എത്ര ഭയങ്കര കൂരിരുട്ടുണ്ടെങ്കിലും ഓർത്തോണം, ആ കൂരിരുട്ടിനകത്ത് ഒരു വിളക്ക് കത്തിയാൽ ഇരുട്ട് മുഴുവൻ. പണ്ടൊരു കല്യാണത്തിന് നടന്നൊരു സംഭവം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് പറയാൻ പോവുക. ഒരു വീട്ടിൽ വലിയ കല്യാണം നടക്കുക. അപ്പോൾ സ്തോത്രം, അന്നൊക്കെ പെട്രോൾ മൈസാണ് കല്യാണമുള്ള വീടുകളിലുള്ളത്. കാര്യം കറണ്ടും വെളിച്ചമൊന്നുമില്ല. ഉണ്ടെങ്കിലും ഒരു 40-ൻ്റെ ബൾബ്, ഫിലമെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെ ഒരു ചെറിയ ലൈന്. പിന്നെ 10 മണി കഴിയുമ്പോൾ ഒക്കെ ചെറിയൊരു മങ്ങൽ വരും. അത്രയേ ഉള്ളൂ. പണ്ടത്തെ ഓർക്കുന്നില്ലയോ? ഓർമ്മയില്ലയോ? അല്ല, നമ്മളെ ഇവിടുത്തെ കാര്യം തന്നെ ആണല്ലോ അല്ലയോ? നിങ്ങൾ സത്യജെ. അപ്പം ആ വീട്ടുകാർ നോക്കിയപ്പം പുള്ളി ഒരു 1:30 ആയപ്പോൾ ഒന്ന് ഉറങ്ങാൻ നോക്കിയപ്പം ആൾക്കാരെല്ലാം ഇരുന്ന് ഈ പാചകം നടത്തുന്നതിന് അപ്പുറത്ത് ഭയങ്കര ഇരുട്ട്. ഒരുത്തനെ വിളിച്ചേച്ച് ഒരു പെട്രോൾ മൈസ് കത്തിച്ച് തലയെ വെച്ച് കൊടുത്തേച്ച് ഇരുട്ടോടത്ത് കൊണ്ടുവെക്കാൻ പറഞ്ഞു. വെളുപ്പിനെ 4:30 ആയപ്പോൾ അയാൾ ഒരു 2-3 മണിക്കൂർ ഉറങ്ങിച്ച് എഴുന്നേറ്റ് വന്നോളൂ. ഇവൻ ഇത് തലയെ വെച്ചോണ്ട് നടക്കുക. അവനെ വിളിച്ചേട്ടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ ഇരുട്ടോടത്ത് വെക്കാൻ? എൻ്റെ സാറേ, അന്നേരം മുതൽ ഇരുട്ട് തപ്പുക. ഒരു ശകലോ ഇരുട്ട് എൻ്റെ കണ്ണിൽ കാണുന്നില്ല. എന്നാ കാര്യം? ഇവൻ്റെ തലയെ വെളിച്ചതിരിക്കുക. ഇയ്യോബൊരിക്കൽ പറഞ്ഞു, നിന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിലൂടെ നടന്നു. നിന്റെ കുടുംബത്തിനകത്ത് ആരഴിച്ചുവിട്ട ഇരുട്ട് പൊട്ടിക്കുന്ന വെളിച്ചം നിന്നിലുണ്ടാകണം. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ചില കരിന്തിരികൾ മുറിച്ചു മാറ്റാൻ പോവുക. അവൻ ചതഞ്ഞ ഓട ഒടിക്കുന്നവനല്ല, പുകയുന്ന തിരിയെ. മനസ്സിലായ ഒരു സ്തോത്രം ചെയ്യ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ആ വിളക്ക് കത്തിച്ചോണമെന്ന് പറ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല. എവിടെ വെക്കണം? എവിടെ വെക്കണം? തണ്ടിന്മേൽ വെക്കണം. ഒരാമയും പറഞ്ഞാട്ട്. വിളക്ക് കത്തിച്ച് എവിടെ വെക്കണം? നിന്റെ വീട് പെയിന്റ് അടിച്ചില്ലേലും വിളക്ക് കത്തിയിരിക്കണം. നിന്റെ വീട്ടിൽ മാർബിൾ ഇട്ടില്ലേലും വിളക്ക് കത്തിയിരിക്കണം. ഒരന്ധകാരം നിന്റെ വീട്ടിൽ വരരുത്. നിന്റെ വീടിനകത്ത് ആ പ്രകാശം വെളിപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. നിന്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ബൈബിൾ പറയുക, അത് തണ്ടിന്മേൽ വെച്ചാൽ അകത്തു വരുന്നവൻ വെളിച്ചം കാണും. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, നിന്റെ ജീവിതത്തെ ആരിരുട്ടാക്കിയാലും അതിനെ പ്രകാശിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നോക്കിയേ, അപ്പോസ്തലന്മാർ ശുശ്രൂഷയിൽ തീയായിട്ട് ഇങ്ങനെ വരിക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാർ ശുശ്രൂഷയിൽ ഇങ്ങനെ ഇരിക്കുക. സുന്ദരം ദേവാലയ ഗോപുരവാതിക്കൽ മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നു. നോക്കിയേ, അപ്പോസ്തലന്മാരെ പിടിച്ച് ഈ നാമം മിണ്ടൻ എന്ന് പറയുന്നു. അവർ ശുശ്രൂഷയിൽ ഇങ്ങനെ കത്തി വരുമ്പം ഒരുത്തനെ പിടിച്ച് ഇരുമ്പടിക്കകത്തിട്ട് അറുത്തങ്ങ് കൊന്നു. രണ്ടാമത്തവനെ പിടിച്ച് ഒട്ടും വെളിച്ചം കയറാത്ത ഇരുട്ടിനകത്ത് കൊണ്ട് ബന്ധിച്ചു. അന്ന് രാത്രി ഒരു സംഭവം നടന്നു. നാട്ടുകാർ ഇരുട്ടാക്കിയ വീട്ടിൽ ദൈവത്തിൻ്റെ പ്രകാശം വെളിപ്പെട്ടു. ഓ ജീസസ്. ആരോടോ ദൈവം പറയുക, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഇരുട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ വെളിപ്പെടാൻ പോകുന്ന പ്രകാശം. നന്ദി കർത്താവേ. ഓ, ചില വീടുകൾ പ്രകാശിക്കുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. യെശയ്യാവിന്റെ വാക്യമുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ബാക്കി പറയാമോ? നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അടുത്ത കേട്ടോ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതി. ഒന്ന് വായിച്ചേ. ദൈവത്തിന് എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അടുത്തിരിക്കുന്ന തൊട്ടേച്ച് പറ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറ. എഫെസ്യരുടെ പൗലോസ്, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ ദേശത്ത് നീ പ്രകാശിക്കാൻ പോവുക. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ചില മനുഷ്യരുടെ നല്ലതായിട്ട് വെളുത്തവരാ, ചില ആൾക്കാർ ഭയങ്കര കറുത്തവരാ, ചില ആൾക്കാർ കറുപ്പിൻ്റെ വെടിപ്പിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചോക്ലേറ്റ് കളറാണ്. നമ്മളൊക്കെ ആ ഒരു കളറാണ്. സത്യം പറയട്ടെ. പക്ഷെ ഞങ്ങൾ ഈ സ്റ്റേജിൽ കയറി അങ്ങോട്ട് നിൽക്കുമ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെല്ലാം കൂടെ ഇതുപോലൊരു 10-25 ലൈറ്റ് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കഴിയുമ്പം ഞങ്ങളുടെ പഴയ കളറൊക്കെ അങ്ങ് മാറും. ഇടയ്ക്ക് ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്, ഞാൻ തന്നെയാണോ എന്ന്. നിങ്ങൾ എന്നെ നോക്ക്, പറയട്ടെ. സ്തോത്രം. ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയാ, നീ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച്
ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. കറിവേപ്പല പോലെ നിന്നെ തള്ളിക്കളഞ്ഞ ദേശത്ത്, നിന്ദിച്ച ദേശത്ത്, തല കുനിപ്പിച്ച ദേശത്ത് ജ്യോതിസുകളെ പോലെ. Glory to God. Glory to God. വചനത്തിന്റെ വെളിപ്പാട് ദൂത് പറയുക. നിന്റെ വീട് മലമേൽ ഇരിക്കുന്ന പട്ടണമാ, അത് മറഞ്ഞിരിപ്പ. ഇന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ഇരുട്ടിൽ തപ്പിയതും മതി, വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. സ്തോത്രം. ഇന്ന് ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പം ചിലരെയൊക്കെ പരിശുദ്ധാത്മാവ് കൈയാട്ടി വിളിക്കുക. വാ, നമുക്ക് ആ പ്രകാശത്തിൽ നടക്കാം. ഓ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തെക്കുറിച്ചൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. വെളിച്ചത്തിൽ വരുമ്പോഴുള്ള നന്മ എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതുവരെ നിൻ്റെ കുടുംബത്തിൽ ആർക്കും വെളിപ്പെടാത്ത നന്മ വെളിച്ചത്തിലകത്തു നിൻ്റെ മേൽ വെളിപ്പെടും. ചിലരെ ദൈവം ഈ ദിവസങ്ങൾ ഉദിപ്പിക്കാൻ പോവുക, ശോഭിപ്പിക്കാൻ പോവുക, വലിയ നന്മകൾ തരാൻ പോവുക. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നാം കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ പോവാം. ഇത് ടൈത്ത് കൊടുക്കുന്ന കവറാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മയിലും ടൈത്ത് കൊടുക്കാം. ഇത് TV മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ്. എല്ലാ ദിവസവും പല ആവർത്തി TV-യിൽ വചനപ്രസംഗമുണ്ട്. അതിനെ മന്ത്ലി സപ്പോർട്ട് ചെയ്യുന്നൊരു കാർഡാണ്. ഒരു ചെറിയ പൈസ എല്ലാ മാസം കൊടുത്താൽ, ഈ ഒരു വർഷം മുഴുവൻ കൊടുത്താൽ, ലോകം മുഴുവൻ നിങ്ങൾ നിമിത്തം സുവിശേഷം എത്തും. സ്തോത്ര കാഴ്ച കരത്തിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, നിന്റെ വേലയ്ക്ക് കൊടുക്കുക, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ലൈവിലൂടെ കാണുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം, ചർച്ചിൻ്റെ അക്കൗണ്ട് നമ്പറിൽ കൊടുക്കാം. കർത്താവേ, നിന്റെ വേലയ്ക്ക് കൊടുക്കുക, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അത് കരത്തിൽ ഉയർത്തിപ്പിടിച്ച്, ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ മഹത്വമുള്ള വേലയ്ക്ക് കൊടുക്കുവാൻ ഞങ്ങളുടെ കൈകളെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹിക്കണം കർത്താവേ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും അവരെ അനുഗ്രഹിക്കണം. ഞങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നത്, വെളിച്ചത്തിനകത്ത് ഞങ്ങൾക്ക് വെച്ച നന്മകളെ പ്രാപിക്കാൻ കൃപ ചെയ്യണം. പാപത്തിൻ്റെ ഇരുട്ടിൽ ആരും ബന്ധിക്കപ്പെടരുത്. ഇന്ന് ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത് ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക, അത്ഭുത സൗഖ്യം ഉണ്ടാകണം. ഞങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മകളുടെ ആയുസ്സിനോട് പോരാടുന്ന അന്ധകാര ശക്തികൾ അഴിഞ്ഞു പോകട്ടെ, സൗഖ്യമാകട്ടെ കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശു ക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.